ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും കർമ്മവിശുദ്ധി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ വിലയിരുത്തൽ നടത്തണം. നന്മകൾ ഓരോന്ന് ചെയ്യുമ്പോഴും വിശ്വാസരംഗത്ത് വിശുദ്ധി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? നന്മകളിൽ നാം ഓരോരുത്തരും വ്യാപൃതരാകുമ്പോഴും സാമ്പത്തിക രംഗത്ത് വിശുദ്ധി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടോ നമുക്ക്? നന്മകൾ ചെയ്ത പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ കൊതിക്കുമ്പോഴും കുടുംബരംഗത്ത് വിശുദ്ധി കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സ്വർഗം നേടിയെടുക്കാനുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴും സാമൂഹിക രംഗത്തെ വിശുദ്ധി കൈവരിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ഈ വിശുദ്ധികൾ കർമ്മരംഗത്തെ വിശുദ്ധി, വിശ്വാസരംഗത്തെ വിശുദ്ധി, സാമ്പത്തിക രംഗത്തെ വിശുദ്ധി, കുടുംബരംഗത്തെ വിശുദ്ധി, സാമൂഹിക രംഗത്തെ വിശുദ്ധി, ഈ വിശുദ്ധികൾ കൈവരിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒരാണിനെ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പുണ്യങ്ങൾ പാഴാക്കപ്പെട്ടവരാണവർ. പടച്ചതമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകളിൽ, നമ്മുടെ പുണ്യങ്ങളിൽ കർമ്മവിശുദ്ധി നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? നാം ഓരോരുത്തരും ഒരാത്മപരിശോധന നടത്തണം. കർമ്മവിശുദ്ധി നേടിയെടുത്തോ? നാം ചെയ്യുന്ന നന്മകൾ ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ നന്മകളുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്താണ്? പടച്ചവന്റെ പൊരുത്തത്തിനപ്പുറം പൊതുജനത്തിന്റെ പൊരുത്തമാണെങ്കിൽ, നാട്ടുകാരുടെ കയ്യടിയാണെങ്കിൽ, അതാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ, ഈ മൈക്കിനു മുന്നിൽ നിങ്ങളോട് ദീനീ പ്രഭാഷണം നടത്തുന്ന വിനീതനെ സംബന്ധിച്ചിടത്തോളം എന്റെ ലക്ഷ്യം പൊതുജനത്തിന്റെ കയ്യടിയാണെങ്കിൽ, പേരും പെരുമയും പ്രശസ്തിയുമാണെങ്കിൽ, ഈ കോരിച്ചരിയും മഴയിലും പാടുപെട്ട് പണിയെടുത്ത് ഈ സംഘാടകർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് പൊതുജനത്തിൽ നിന്ന് പേരിനും പ്രശസ്തിക്കുമാണെങ്കിൽ, നമ്മുടെ നിസ്കാരം, നമ്മുടെ മറ്റ് കർമ്മങ്ങൾ പൊതുജനത്തിൽ നിന്ന് നമുക്ക് പ്രശംസ പിടിച്ചു പറ്റാനാണെങ്കിൽ, പടച്ചവന്റെ പൊരുത്തത്തിനപ്പുറം മറ്റേതെങ്കിലും നേട്ടമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, കർമ്മവിശുദ്ധിയില്ലാതെ നന്മകൾ പാഴാക്കപ്പെട്ടവരായി നാം മാറിപ്പോകുന്നു. കർമ്മവിശുദ്ധിയില്ലാത്തവരായി മാറിപ്പോകുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിലെ നന്മകളുടെ അളവെടുപ്പ് നടക്കുന്നതായ ദിവസം പുണ്യങ്ങളുടെ പ്രതിഫലങ്ങൾ നൽകപ്പെട്ടിട്ട് സ്വർഗമാണോ നരകമാണോ വിധിക്കപ്പെടുന്നെന്ന് കരുതി ഓരോ മനുഷ്യരും പടച്ചവന്റെ ദർബാറിൽ ഹാജരാക്കപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പറയുകയാ, മൂന്നാളുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ കൊണ്ടുവരികയാ. മൂന്നാളുകളെ പടച്ചതമ്പുരാൻ അവരെ കൊണ്ടുവരികയാണ്. ആരൊക്കെയാണ് ആ മൂന്നാളുകള്? ഒന്നാമതായി ഒരു വലിയ പണ്ഡിതനെ, പ്രഭാഷകനെ കൊണ്ടുവരികയാ. എന്നിട്ട് പടച്ചവൻ ആ മനുഷ്യന്റെ ജീവിതത്തെ പറ്റി ചോദ്യം ചെയ്യുകയാണ്. ഭൂമിയിൽ നീ എങ്ങനെയാണ് ജീവിച്ചത്? നിനക്ക് ഞാൻ വിജ്ഞാനവും വിവരവും നൽകിയല്ലോ, എങ്ങനെ നീ ഭൂമി ലോകത്ത് ജീവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഈ വലിയ പണ്ഡിതനായ, പ്രഭാഷകനായ, ഖുർആൻ പാരായണ വിദഗ്ധനായ ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുന്ന, നാഥാ തഅല്ലംതുൽ ഇൽമ മിൻ അജ്ലിക വഖറഅതുൽ ഖുർആന മിൻ അജ്ലിക. അല്ലാഹുവേ, ഞാൻ ഇൽമ പഠിച്ചത് നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണല്ലാ. നിന്റെ പ്രീതി കരുതിക്കൊണ്ട്, നിന്നിൽ നിന്നുള്ള പ്രതിഫലം കിട്ടാൻ, നിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ ഇൽമ പഠിച്ചുവല്ല. അങ്ങനെ ഞാനൊരു ആലിമായി, ഖാരിയായി, വഖറഅതുൽ ഖുർആന മിൻ അജ്ലിക, നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ ഖുർആൻ ഓതുകയുണ്ടായി. ഞാൻ ജനങ്ങളുടെ മുന്നിൽ ഖുർആൻ ഓതി നന്മ പറഞ്ഞത് നിന്റെ പൊരുത്തത്തിന് വേണ്ടിയായിരുന്നു അല്ലാ. നിന്റെ പൊരുത്തത്തിനപ്പുറം മറ്റൊന്നും എനിക്ക് വേണ്ട അല്ലാ. നിന്റെ തൃപ്തിക്കപ്പുറം മറ്റൊന്നും എനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല അല്ലാ. നിന്റെ പൊരുത്തത്തിലും തൃപ്തിക്കും വേണ്ടിയാണ് ഞാൻ ഇൽമ പഠിച്ചതും ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തതുമെന്ന് ഈ പണ്ഡിതനായ, പ്രഭാഷകനായ മനുഷ്യൻ അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ന് പടച്ചവനോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും അറിയിപ്പ് വരുന്നു, ഇല്ലടാ കദബത,
എടാ നീ കള്ളനാണടാ, നീ കള്ളം പറഞ്ഞവനാണ്, നീ പറഞ്ഞത് കളവാണ്, നീ പറഞ്ഞത് ശുദ്ധ നുണയാണ്. മലക്കുകളും വിളിച്ചു പറയുന്നു കസബത, എടാ നീ കള്ളം പറഞ്ഞവനാണ്, നീ പറയുന്നത് ശുദ്ധ നുണയാണ്. നീ ആലിമായത് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല, നീ ഖുർആൻ ഓതിയത് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല, നീ നന്മകൾ പറഞ്ഞു കൊടുത്തത് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല, നീ പ്രഭാഷണങ്ങൾ നടത്തിയത് പടച്ച തമ്പുരാന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല. നീ ആലിമായത്, നീ പ്രഭാഷകനായത്, നീ പണ്ഡിതനായത്, നീ ജനങ്ങളെ വിളിച്ചു ചേർത്തിട്ട് ദീനീ സദസ്സുകളിൽ അവരുടെ മുന്നിൽ ഖുർആനും ഹദീസും വിളിച്ചു പറഞ്ഞത് നീ ഒരു വലിയ പ്രഭാഷകനെന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയല്ലേ. നിന്നെ ജനങ്ങൾ പുകഴ്ത്താൻ വേണ്ടി കേട്ടു, നിന്നെ ജനങ്ങൾ വാഴ്ത്താൻ വേണ്ടി കേട്ടു, നീ വലിയ ഖുർആൻ പണ്ഡിതനെന്ന് പറയാൻ വേണ്ടി കേട്ടു, നീ വലിയ അറിവുള്ള ആളാണെന്ന് പറയാൻ വേണ്ടി കേട്ടു. ഇതിനു വേണ്ടി കേട്ടാണടാ നീ പ്രഭാഷണം നടത്തിയിട്ടു, ഇതിനു വേണ്ടി കേട്ടാണടാ നീ ആലിമായത്. അതുകൊണ്ട് നീ ഏത് ലക്ഷ്യത്തിലാണോ നന്മ ചെയ്തത് അതെല്ലാം നിനക്ക് നൽകപ്പെടുകയുണ്ടായി. നീ വലിയ പ്രഭാഷകനെന്ന് ജനങ്ങൾ പറയുകയുണ്ടായി, നീ വലിയ പണ്ഡിതനെന്ന് ജനങ്ങൾ പറയുകയുണ്ടായി, നിനക്ക് ആവശ്യമുള്ളത് ജനങ്ങളിൽ നിന്ന് തന്നെ കിട്ടുകയുണ്ടായി. അല്ലാഹുവിൽ നിന്ന് നിനക്ക് യാതൊന്നുമില്ല. അതുകൊണ്ട് നിന്റെ പുണ്യങ്ങൾ മുഴുവനും പാഴാക്കപ്പെട്ടിരിക്കുകയാണ്. പാതിരാത്രിയുടെ നിശബ്ദതയിൽ 10,000-കണക്കിന് പാവങ്ങളെ വിളിച്ചു ചേർത്ത് നീ നടത്തിയ പ്രഭാഷണങ്ങൾ മുഴുവനും നിഷ്പ്രഭമായിരിക്കുകയാണ്. നിന്റെ പുണ്യങ്ങളെ പാഴാക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് നന്മകളില്ല, പടച്ചവന്റെ പൊരുത്തമില്ല. അതുകൊണ്ട് നീ നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടവരാ. ചങ്ങലകളിട്ട് കെട്ടിവരിഞ്ഞുകൊണ്ട് നരകത്തിലോട് മുഖം താടിയിട്ട് വലിച്ചടച്ചുകൊണ്ട് ആ പണ്ഡിതനായ പ്രഭാഷകനായ മനുഷ്യര് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മുത്തുൽ മുഹമ്മദ് മുസ്തഫ. പുണ്യങ്ങൾ പാഴാക്കപ്പെട്ടവർ ശേഷം ഹബീബായ റസൂൽ പഠിപ്പിക്കുന്നു, രണ്ടാമതല്ല കൊണ്ടുവരുന്നതാരെയാണ്? ഒരു വലിയ പോരാളിയാണ്, ധീരനായ പോരാളി, ഇസ്ലാമിന് വേണ്ടി ധീര പോരാട്ടം നടത്തിയിട്ട് രക്തസാക്ഷിത്വം വഹിച്ച ധീര പോരാളി പടച്ചതമ്പുരാൻ കൊണ്ടുവരികയാ. എന്നിട്ട് അവനോടും ചോദിക്കുന്നു, നിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ആ രക്തസാക്ഷിത്വം വഹിച്ച മനുഷ്യൻ പറയുന്ന, നാഥാ നിന്റെ ദീനിന് വേണ്ടി ശത്രുക്കളുടെ മുന്നിൽ പിരിമാറ് കാട്ടി നിന്ന് പോരാട്ടം നടത്തിയവനാ തമ്പുരാനെ, ആ മാർഗത്തിൽ ജീവിതമർപ്പിച്ചവരാ തമ്പുരാനെ. എന്നാൽ പടച്ചവൻ പറയുന്നു, ഇല്ലടാ നീ കള്ളം പറയുന്നവനാണടാ. മലക്കുകൾ പറയുന്നു, നീ കള്ളം പറയുന്നവനാണടാ. കാരണം നിന്റെ ലക്ഷ്യം ജനങ്ങളുടെ തൃപ്തിയായിരുന്നു, നിന്റെ ലക്ഷ്യം ജനങ്ങളുടെ പൊരുത്തമായിരുന്നു. നീ വലിയ ധീരനാണെന്ന് ജനങ്ങൾ പറയണമായിരുന്നു, നീ വലിയ പോരാളിയാണെന്ന് ജനങ്ങൾ പറയണമായിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് നീ കഷ്ടപ്പെട്ടത്. ജനങ്ങൾ നിന്നെ പറ്റി പലതും പറയുകയുണ്ടായി. അതുകൊണ്ട് എന്തിനു വേണ്ടിയാണോ നീ നന്മകൾ ചെയ്തത് ആ നന്മകളുടെ പ്രതിഫലം നിനക്ക് നൽകപ്പെടുകയുണ്ടായി. പടച്ചവന്റെ കോടതിയിൽ നിനക്ക് നന്മകളില്ല. അതുകൊണ്ട് പോവുക നരകത്തിലേക്കെന്ന് പറഞ്ഞ് ഇസ്ലാമിന് വേണ്ടി പോരാട്ടം നടത്തി രക്തസാക്ഷിത്വം വഹിച്ച ചെറുപ്പക്കാരനെയും പടച്ചവനിതാ നരകത്തിലേക്ക് വലിച്ചെറിയുകയാ. മൂന്നാമത് അല്ലാഹു കൊണ്ടുവരികയാണ് ഒരുപാട് സമ്പത്ത് ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച ധർമ്മിഷ്ഠനായ ദാനധർമ്മിഷ്ഠനായ ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ്. ആ മനുഷ്യൻ പറയുന്നു, തമ്പുരാനെ നീ എനിക്ക് ഒരുപാട് പണം തന്നിരുന്നു അല്ലാ, ആ പണം ഞാൻ പാവങ്ങൾക്ക് കൊടുത്തു അല്ലാ, ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു അല്ലാ, സർവസ്വവും നിന്റെ പൊരുത്തത്തിന് വേണ്ടിയായിരുന്നു തമ്പുരാനെ, അത് കരുതിയിട്ട് മാത്രം ഞാൻ ചെയ്തതാ. അല്ല പറയുമല്ലടാ, കള്ളം പറയുന്നവനാണ് നീ. നിന്റെ ലക്ഷ്യം ജനങ്ങളുടെ പൊരുത്തമായിരുന്നു, നീ വലിയ ധർമ്മിഷ്ഠനെന്ന് ജനങ്ങൾ പറയണമത്രേ, നീ ഒരുപാട് പണം കൊടുക്കണമെന്ന് ജനങ്ങൾ പറയണമത്രേ. ഇതിനു വേണ്ടിയിട്ട് നന്മകൾ ചെയ്തവനാണിത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ നിനക്ക് പൊരുത്തമില്ല, പ്രതിഫലങ്ങളില്ല. നരകത്തിലേക്ക് ആ ധർമ്മിഷ്ഠനായ മനുഷ്യരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിച്ചെറിയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നാം ഒന്ന് ചിന്തിക്കുവിൻ, ഇവരാരും നന്മകൾ ചെയ്യാത്തവരല്ല.
ഇവരാരും കർമ്മ മേഖലകളിൽ പുണ്യങ്ങളുടെ വിഷയത്തിൽ മത്സരിക്കാത്തവരല്ല. പക്ഷേ നന്മകൾ ചെയ്യുമ്പോൾ കർമ്മവിശുദ്ധി കൈവരിക്കാൻ സാധ്യമാകാതെ പോയി. കർമ്മവിശുദ്ധി കൈവരിക്കാൻ സാധ്യമാകാതെ പോയി. പണ്ഡിതൻ, വലിയ പ്രഭാഷകൻ, വലിയ ഖുർആൻ പാരായണം നടത്തുന്നയാൾ, അള്ളാഹുവിന്റെ മുന്നിൽ പറയാൻ മറുപടിയില്ല. അതെ, നീ ആലിമായത്, നീ പ്രഭാഷണം നടത്തിയത്, നീ ഖുർആൻ പഠിച്ചതും പാരായണം ചെയ്തതും ജനങ്ങൾ നിന്നെ പുകഴ്ത്താൻ വലിയ പ്രഭാഷകനാണ് അദ്ദേഹം, വലിയ ഖുർആൻ പണ്ഡിതനാണ് അദ്ദേഹം എന്ന് പറഞ്ഞ് ജനങ്ങൾ നിന്നെ വാഴ്ത്താനും പുകഴ്ത്താനും അവരിൽ നിന്നുള്ള സ്ഥാനമാനങ്ങളോ മറ്റെന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചവനാണ് നീ. കർമ്മവിശുദ്ധിയില്ലാത്തതിന്റെ പേരിൽ നിന്റെ പുണ്യങ്ങൾ മുഴുവനും പാഴാക്കപ്പെട്ടു പോയി. പടച്ചവൻ ആ മനുഷ്യനോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രഭാഷണം, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ എന്റെ പ്രഭാഷണം കേൾക്കുന്ന ഓരോ ജനങ്ങളും എന്റെ പ്രഭാഷണം ഇഷ്ടപ്പെടണം, എന്നെ ഇഷ്ടപ്പെടണം എന്ന് ഞാൻ കരുതുന്നത് തെറ്റല്ല. എന്റെ പ്രസംഗം നിങ്ങൾ ഓരോരുത്തരും ഇഷ്ടപ്പെടണം, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം എന്ന് ഞാൻ കരുതുന്നത് തെറ്റല്ല. എന്റെ പ്രഭാഷണം ജനങ്ങൾ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ കരുതലല്ല തെറ്റ്. മറിച്ച് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമേ ഞാൻ പറയുകയുള്ളൂ എന്ന് കരുതിയാൽ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയണം. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം, ജനങ്ങൾ എന്തു പറഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടുമോ, ജനങ്ങൾ എന്തു പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുമോ, അത് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. അതിനപ്പുറം എത്ര വലിയ സത്യമുണ്ടെങ്കിലും, അതിനപ്പുറം എത്ര വലിയ അനീതി നടന്നാലും, എത്ര വലിയ അക്രമം നടന്നാലും ഞാൻ ഒരക്ഷരം മിണ്ടില്ല. കാരണം ജനങ്ങളിൽ നിന്നുള്ള സ്നേഹവും ജനങ്ങളുടെ പിന്തുണയും എനിക്ക് നഷ്ടപ്പെടുമെങ്കിൽ ആ മാർഗത്തിലേക്ക് ഞാൻ പോകില്ല എന്നൊരു മനുഷ്യൻ കരുതിപ്പോയാൽ പുണ്യങ്ങൾ പാഴാക്കപ്പെട്ടു പോവുകയാണ്. 950 വർഷം ദീനീ പ്രബോധന പ്രഭാഷണ വീതിയിൽ പ്രവർത്തിച്ച അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ പ്രബോധകനാണ്. ആളുകൾ കൂടുന്നിടത്തേക്ക് വന്ന് അള്ളാഹുവിനെയും റസൂലിനെയും ആഖിറത്തെയും പറ്റിയിട്ട് പ്രഭാഷണം നടത്തുമായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷേ നൂഹ് നബി പ്രഭാഷണം നടത്തുമ്പോൾ അത് കേൾക്കാൻ ഒരാൾക്കും ഇഷ്ടമായിരുന്നില്ല. നൂഹ് നബിയുടെ പ്രഭാഷണ വേദികളെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. നൂഹ് നബി പ്രഭാഷണം നടത്തുമ്പോൾ ജഅലു അസ്വാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൂ സിയാബഹും വഅസ്റു വസ്തക്ബറു ഇസ്തിക്ബാറാ. നൂഹ് നബി പ്രഭാഷണം നടത്തുമ്പോൾ ജനങ്ങൾ അത് കേൾക്കാതിരിക്കാൻ അവരുടെ കാതുകളിൽ വിരലുകൾ തിരുകുമായിരുന്നു. അവരുടെ തലയിലൂടെ അവർ തുണികളും വസ്ത്രങ്ങളും വാരിയിടുമായിരുന്നു. അവർ നൂഹ് നബിയുടെ പ്രസംഗം കേൾക്കാതെ ഓടി ഒളിക്കുമായിരുന്നു. അതിന്റെ അർത്ഥം നൂഹ് നബി പറഞ്ഞത് മുഴുവൻ തെറ്റായിരുന്നു എന്നല്ല, അദ്ദേഹം പറഞ്ഞത് മുഴുവനും മോശത്തരമായിരുന്നു എന്നല്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ യഥാർത്ഥ ഇസ്ലാമും ദീനും ജനങ്ങൾക്ക് ഇഷ്ടമല്ല. ആരിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും പടച്ചവന്റെ പൊരുത്തത്തെ കരുതി പറയാൻ തയ്യാറാകണം. മഹാനായ നബിയുനാ മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയുടെ മണ്ണിൽ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ നടത്തിയ ഏറ്റവും ആദ്യത്തെ ഒരു പൊതുപ്രഭാഷണം ഉണ്ടായിരുന്നു. ചരിത്രങ്ങളിൽ കാണാം, ഒരു ചെറിയ കുന്നിന്റെ മുകളിലേക്ക് കയറി നിന്ന് മക്കയിലുള്ള പ്രധാനപ്പെട്ട അതിഥികളെയെല്ലാം ക്ഷണിച്ച് തന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ ഹബീബ് മക്കയുടെ മണലാരുണ്യങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ചരിത്ര
ചരിത്രത്തിൽ ആദ്യമായി അവിടുത്തെ ഒരു പരസ്യ പ്രസംഗം ഹബീബായ പ്രവാചകൻ നടത്തുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു ആ പ്രസംഗം സ്വീകരിക്കാൻ? ഹബീബായ റസൂലിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട അവിടുത്തെ മുത്താപ്പയായിരുന്ന അബൂ ലഹബ് പോലും റസൂലുള്ളാഹിനെ കുറ്റപ്പെടുത്തി. എന്താണ് ഈ പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? ഇത് സ്വീകരിക്കാൻ കഴിയില്ല. ഹബീബായ റസൂലിനെ ആക്ഷേപിച്ചു, അവിടുത്തെ ശപിക്കുക പോലും ഉണ്ടായി. അല്ലാഹുവിന്റെ ഹബീബ് പക്ഷേ ഇതെന്റെ കുടുംബത്തിന് പോലും സ്വീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഇതൊന്നും പറയാതെ ഇരുന്നില്ല. ആരിഷ്ടപ്പെട്ടാലും ആരിഷ്ടപ്പെട്ടില്ല എങ്കിലും പറയാനുള്ളത് പറയാൻ പ്രഭാഷക ലോകം തയ്യാറാകത്തിടത്തോളം കാലം പുണ്യങ്ങൾ പാഴാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് തള്ളപ്പെടും. ആക്ഷേപങ്ങൾ നേരിടേണ്ടി വരും, കുറ്റപ്പെടുത്തലുകൾ നേരിടേണ്ടി വരും. ഇസ്ലാമിക ശരീഅത്തിനെ കൈവയ്ക്കുമ്പോഴും മുസ്ലിമുകളെ കൈവയ്ക്കുമ്പോഴും അതിനെതിരെ ശബ്ദമുയർത്തുമ്പോഴും കോലാഹലങ്ങൾ ഒരുപാടുണ്ടാകും. ഒരുപക്ഷെ നാട്ടുകാർ കുറ്റം പറയും, വലിയ വലിയ വിദ്യാഭ്യാസ രംഗത്തിരിക്കുന്നവരെന്ന് പറയുന്നവർ കുറ്റപ്പെടുത്തും. ഒരുപക്ഷെ ക്ലിപ്പുകളാക്കി മാറ്റി ചാനൽ ചർച്ചകളിൽ പോലും ആക്ഷേപത്തിന്റെ സ്വരവുമായി കടന്നു വരാൻ ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ തയ്യാറാകും. അതൊന്നുമില്ലാത്ത ഒരു ലോകവും കാലവും പ്രതീക്ഷിക്കണ്ട. ഇസ്ലാമിന് വേണ്ടി ശബ്ദിച്ചാൽ, ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കുന്നവർക്കെതിരെ പ്രഭാഷണ വേദികളിൽ നിന്ന് പടച്ചവൻ നൽകിയ ശക്തിയായ ആയുധമായ നാവിനെ പടവാളാക്കി പ്രതിരോധത്തിന്റെയും മറുപടിയിലെയും വാക്കുകൾ തീർക്കുന്ന പണ്ഡിതന്മാരെയും പ്രഭാഷകന്മാരെയും ആക്ഷേപിക്കുവാനും കുറ്റപ്പെടുത്തുവാനുമൊക്കെ മുതലാളിമാരും ചാനലുകാരും മത്സരിക്കും. എന്നാൽ അവിടെയും വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വലാ യഖാഫുന ലൗമത ലായിം, അല്ലാഹുവിന്റെ പൊരുത്തത്തെ കരുതിയാണ് ഈ പ്രവർത്തനമെങ്കിൽ ഒരാക്ഷേപന്റെയും ആക്ഷേപത്തെ അവർ ഭയപ്പെടില്ല. എത്ര ക്ലിപ്പുകൾ ഇട്ടാലും, എത്ര ആക്ഷേപിച്ചാലും, എത്ര ലൈക്കുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാലും ഈ ആക്ഷേപ സ്വരങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കാൻ നിഷ്കളങ്ക പ്രഭാഷക ലോകത്തുള്ളവരെ കൊണ്ട് കഴിയില്ല എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഇത് വിശുദ്ധമായ ഖുർആനിന്റെ പ്രമേയം. അതുകൊണ്ട് തിരിച്ചറിയുക, നമ്മുടെ നന്മകൾ ചെയ്യുമ്പോൾ കർമ്മവിശുദ്ധിയോടുകൂടിയാണോ നന്മകൾ ചെയ്തത്? രണ്ടാമത് കൊണ്ടുവന്നത് ഒരു പോരാളിയായ മനുഷ്യനെ, ഇസ്ലാമിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യനെ. അറഫ സാധു സഹായ സമിതിയുടെ ചെറുപ്പക്കാരോട് പറഞ്ഞുകൊള്ളട്ടെ, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഈ കോരിച്ചൊരിയുന്ന മഴയത്തും പാടുപെട്ട് പണിയെടുത്ത് ഈ സംവിധാനങ്ങൾ ഒരുക്കുമ്പോഴും മാറി നിന്ന് കുറ്റം പറയാനും ആക്ഷേപിക്കുവാനും ഒരുപക്ഷെ തകർക്കുവാനും തളർത്തുവാനുമുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അവർക്കും മറുപടി കൊടുക്കലല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് പടച്ചവന്റെ പൊരുത്തമാണ്, അള്ളാഹുവിന്റെ പൊരുത്തമാണ്. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഈ സാധു സഹായങ്ങളെങ്കിൽ, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഈ പ്രഭാഷണ വേദികളെങ്കിൽ, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഓരോ ചലനങ്ങളുമെങ്കിൽ ഇൻഷാ അല്ലാഹ് പടച്ചവന്റെ പ്രതിഫലം കിട്ടും. അതല്ല എങ്കിൽ പുണ്യങ്ങൾ പാഴാക്കപ്പെട്ടവരോടൊപ്പം, പുണ്യങ്ങൾ പാഴാക്കപ്പെട്ടവരോടൊപ്പം വലിയ ധർമ്മിഷ്ഠനായ മനുഷ്യൻ എത്ര പണം വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ലക്ഷ്യമെന്താ? സ്റ്റേജിൽ ഒരു 3 വട്ടം എന്റെ പേരൊന്ന് വായിക്കണം. അതാണ് കണ്ടീഷൻ. ചില പള്ളികളിലൊക്കെ പോയാല്, തമിഴ്നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ പള്ളിക്കകത്ത് കയറി ഫാൻ, പള്ളിക്കുള്ളിൽ ഫാൻ ഇട്ടിട്ടുണ്ട്. ഈ ഫാനിന്റെ 3 ലീഫിലും അത് കൊടുത്ത ആളുടെ പേരെഴുതി വെച്ചേക്കുക. ഫാനിന്റെ ലീഫിൽ പോലും. ഉമ്മത്തിന്റെ അവസ്ഥയാ. പള്ളിക്ക് വേണ്ടി വലിയ മുനാറം കൊടുക്കും, പള്ളിക്ക് വേണ്ടി കക്കൂസ് പണിയും, പള്ളിയുടെ മുന്നിൽ ഗേറ്റ് ഇട്ട് കൊടുക്കും. പക്ഷേ അതിന്റെ പേരിൽ ഞാനാണത് ചെയ്തത്, ഗേറ്റിന്റെ മുകളിൽ പേര് കൊത്തി വെക്കുവാനും പള്ളിയുടെ മുന്നിൽ പേര് കൊത്തി വെക്കുവാനും താൻ ചെയ്ത നന്മകൾ 4 ആൾ അറിയട്ടെ എന്നുള്ള ചിന്തകൾ വന്നു പോവുകയും ചെയ്താൽ പുണ്യങ്ങൾ പാഴാക്കപ്പെട്ടവരായി അള്ളാഹുവിന് വേണ്ടിയല്ലാതെ കർമ്മവിശുദ്ധിയില്ലാതെ ചെയ്യുന്ന നന്മകൾ പടച്ച തമ്പുരാന് ആവശ്യമില്ലെന്ന് മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാ. ആർക്ക് വേണ്ടിയിട്ടാണ് നന്മകൾ ചെയ്തിട്ടുള്ളത്? ഏതുദ്ദേശത്തോടു കൂടിയാണ് ഈ നന്മകൾ ചെയ്തിട്ടുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചില്ലേ, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ അവ ഇംറഅതി യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ഉദ്ദേശവിശുദ്ധിയുടെ കർമ്മവിശുദ്ധിയുടെ മഹത്തായ പാഠങ്ങള് ഹബീബായ മുത്തു റസൂല് നമ്മെ പഠിപ്പിക്കുകയാ. ഈ ഹദീസിന്റെ പശ്ചാത്തലം പോലും നമ്മളൊന്ന് ചിന്തിക്കണം. ഇസ്ലാമിലേക്കാര് കടന്നു വന്നാലും ലൗ ജിഹാദ് എന്ന് പറയുന്ന, റോമിയോ ജിഹാദ് എന്ന് പറയുന്ന അതേ ഡോക്ടർ ഹാദിയ ഇസ്ലാമിലേക്ക് വന്നതും ലൗ ജിഹാദിന്റെ ഭാഗമാ. ആയിഷ ഇസ്ലാമിലേക്ക് വന്നതും ലൗ ജിഹാദിന്റെ ഭാഗമാ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക പ്രബോധ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ അസഹിഷ്ണുതയുടെ വർഗീയതയുടെ വക്താക്കൾ കിണഞ്ഞു ശ്രമിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഹദീസുണ്ട്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അധിക ഗ്രന്ഥങ്ങളിൽ ഒന്നാമതായി കൊണ്ടുവരുന്ന ഹദീസാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും പരിഗണിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ നോക്കിയിട്ടാ. ഏതുദ്ദേശത്തോടു കൂടിയാ നിങ്ങൾ നന്മ ചെയ്തത്? പടച്ചവന് വേണ്ടിയിട്ടാണോ ചെയ്തത്, അതല്ല പടപ്പുകൾക്ക് വേണ്ടിയാണോ ചെയ്തത്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബും റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും പലായനം നടത്തുമ്പോൾ, സഹാബാക്കളൊക്കെ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അക്കൂട്ടത്തിലൊരു സുന്ദരിയായ ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടായിരുന്നു. ഈ പെണ്ണിന്റെ അടുക്കലേക്ക് മക്കയിലുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, പെണ്ണേ, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമാ പെണ്ണേ, നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, എന്റെ ജീവിതത്തിന്റെ ഇണയായി നിന്നെ തിരഞ്ഞെടുക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് എന്റെ ഭാര്യയാകാൻ നിനക്ക് സമ്മതമാണോ? ഉടൻ തന്നെ ആ പെണ്ണ് മറുപടി പറഞ്ഞു, ഞാനൊരു മുസ്ലിമത്തായ പെണ്ണാണ്, ഞാൻ അതിന്റെ പേരിൽ തന്നെ ആദർശ സംരക്ഷണത്തിന്റെ ഭാഗമായി മക്കയിൽ നിന്ന് 450 കിലോമീറ്റർ അപ്പുറത്തുള്ള മദീനയിലേക്ക് ഞാൻ പലായനം ചെയ്ത് കടന്നു പോവുകയാ. അതുകൊണ്ടും നിങ്ങൾക്ക് എന്നെ വിവാഹം കഴിക്കണോ? എന്നോടൊപ്പം നിങ്ങളും വരിക മദീനയിലേക്ക്. മക്കയെ ഉപേക്ഷിച്ച്, കുടുംബത്തെ ഉപേക്ഷിച്ച്, നാടും വീടും നാട്ടുകാരെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം നിങ്ങളും മദീനയിലേക്ക് പലായനം ചെയ്താൽ എന്നെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതം തരുന്നതാ. ഈ ഡിമാൻഡ് അംഗീകരിച്ചിട്ട് ഇമ്രുൽ ഖൈസ് എന്ന ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ആ മനുഷ്യനിതാ പോവുകയാ മക്കയിൽ നിന്ന് മദീനയിലേക്ക്. അദ്ദേഹം മദീനയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം വിവാഹം കഴിക്കലാ, അതല്ലാതെ ഇസ്ലാമിനെ സ്വീകരിക്കലല്ല, ഒരു മുസ്ലിമായി ജീവിച്ച് മരിക്കലല്ല. കല്യാണം കഴിക്കാൻ വേണ്ടി മദീനയിലേക്ക് വന്ന മനുഷ്യൻ ഹബീബായ റസൂലിന് റിപ്പോർട്ട് കിട്ടുകയാ. ഹബീബായ മുത്തു റസൂല് സഹാബത്തിനെ വിളിച്ചു ചേർത്തിട്ട് സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ആരെങ്കിലും പലായനം നടത്തിയത് അല്ലാഹുവിനും റസൂലിനും വേണ്ടിയാണെങ്കിൽ അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം അവന് ലഭിക്കുന്നതാ, റസൂലിൽ നിന്നുള്ള പൊരുത്തം അവന് ലഭിക്കുന്നതാ. അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും പലായനം നടത്തിയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഫമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ അവ ഇംറഅതി യൻകിഹുഹാ. എന്നാലോ വിവാഹം കഴിക്കാൻ വേണ്ടി ആരെങ്കിലും പലായനം ചെയ്തോ, ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആരെങ്കിലും വന്നെങ്കിൽ, പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ സ്വന്തം മതത്തെ ഉപേക്ഷിച്ച ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. അവന് അല്ലാഹുവുമായി യാതൊരു ബന്ധമില്ല, അവന് ഇസ്ലാമുമായി ബന്ധമില്ല, അവന് റസൂലുള്ളാഹിയുമായി ബന്ധമില്ല. കല്യാണം കഴിക്കാൻ വരുന്നവരെ ആരെയും ഇസ്ലാമിൽ
ഇസ്ലാമിന് ആവശ്യമില്ലടോ. അല്ലാഹുവിനെ മാത്രം ഉദ്ദേശം വെച്ചുകൊണ്ട് കർമ്മവിശുദ്ധിയോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കപ്പുറം വിവാഹത്തിന് വേണ്ടി, പ്രേമത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പുണ്യങ്ങൾക്ക് പ്രതിഫലങ്ങളില്ല. അതിന്റെ പേരിൽ സ്വർഗമില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കർമ്മവിശുദ്ധിയെ പഠിപ്പിക്കുന്ന അതിപ്രധാനമായ ഒരു പ്രവാചക വചനമാണിത്. ഇന്ന് ആര് ഇസ്ലാമിലേക്ക് വന്നാലും ലവ് ജിഹാദ്, റോമിയോ ജിഹാദ്, അസഹിഷ്ണുത, അസഹനീയത. അവിടെ നമുക്ക് പറയാനുള്ളത്, ഏതെങ്കിലും മുസ്ലിം പെണ്ണിനെ കല്യാണം കഴിച്ച് ഏതെങ്കിലും ചെറുപ്പക്കാരൻ ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറായാൽ, ഏതെങ്കിലും മുസ്ലിം ചെറുപ്പക്കാരനെ പ്രേമിച്ച് ഏതെങ്കിലും പെൺകുട്ടി ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറായാൽ, അള്ളാന്റെ റസൂല് പറഞ്ഞു കല്യാണമൊക്കെ നടന്നേക്കും, പക്ഷേ ഇസ്ലാമിന് അങ്ങനെ ഒരുത്തന്റെയും ആവശ്യമില്ല, ഒരുത്തിയുടെയും ആവശ്യമില്ല. ഇസ്ലാമിന് അതിന്റെ ആവശ്യമില്ല തന്നെ. നമുക്കതിന്റെ ആവശ്യം ഇവിടെയില്ല. കല്യാണം കഴിച്ച് അവരുടെ കല്യാണം ചിലപ്പോൾ നടന്നേക്കും, പക്ഷേ അള്ളാഹുവിൽ നിന്നവർക്കൊരു പുണ്യമില്ല, റസൂലിൽ നിന്നവർക്കൊരു പുണ്യമില്ല, ഇസ്ലാമുമായി അവർക്ക് ബന്ധമില്ല. ആരാ പറയുന്നത്? ലോകത്തിന്റെ നായകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും അവസാനത്തെ പ്രശ്നം ഡോക്ടർ ഹാദിയ എന്ന ഒരു യുവതി മനഃപൂർവ്വമാണ് മാധ്യമങ്ങൾ പെൺകുട്ടി എന്ന് വരുത്തി തീർക്കുന്നത്. 10-24 വയസ്സുള്ള ഒരു യുവതി ഡോക്ടറാ, വിദ്യാഭ്യാസമുണ്ട്, ലോക പരിജ്ഞാനമുണ്ട്, സ്വയം തീരുമാനമെടുക്കുവാനുള്ള പ്രാപ്തിയും തന്റെ ഇടവുമുണ്ട്. അങ്ങനെ ഒരു പെൺകുട്ടി ഇന്ത്യ രാജ്യം സർവസ്വാതന്ത്ര്യ മതേതരത്വ ജനാധിപത്യ രാഷ്ട്രമെന്ന് പറയപ്പെടുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഓരോ പൗരനും വകവെച്ചു കൊടുക്കുന്ന മത വിശ്വാസങ്ങളും മൂല്യങ്ങളും അവകാശങ്ങളും മുൻനിർത്തി ആ പെൺകുട്ടി ഇസ്ലാമിനെ പറ്റി പഠിച്ചു. അവള് മുസ്ലിമായി പിറ്റേന്നൊന്നും കല്യാണം കഴിച്ചില്ലല്ലോ. മുസ്ലിമായി 2-3 വർഷങ്ങൾ കഴിഞ്ഞു. അവള് പത്രത്തിൽ പരസ്യം കൊടുത്തു, ഇങ്ങനെ ഒരു പെൺകുട്ടിയാണ് ഞാൻ, എന്നെ വിവാഹം കഴിക്കാൻ ആര് തയ്യാറുണ്ട്? അപ്പോഴാണ് ഷെഫിൻ ജഹാൻ എന്ന ചെറുപ്പക്കാരനത് തയ്യാറായത്. അല്ലാതെ ഒരു പ്രേമവും ഒരു ബന്ധവും അവർക്കിടയിലില്ല. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ മനസ്സിലാക്കിക്കൊള്ളിൻ. ഇവിടെ മുസ്ലിം സമൂഹത്തിനൊരു ബാധ്യതയുണ്ട്. പലരും ഇങ്ങനെ ചോദിക്കും, ഒരു പെൺകുട്ടിയല്ലേ, നമ്മളെന്തിനാ അപ്പൊ അതിന്റെ പുറകെ നടക്കുന്നത്? ഒരു പെണ്ണിന്റെ വിഷയത്തിൽ ഇങ്ങനെ കേസും മക്കാണോവായിട്ട് ഇവരിങ്ങനെ നടക്കുന്ന എന്തിനാ? അതിന്റെ പേരിൽ വാദം നടത്തുന്ന എന്തിനാ? അതിന്റെ പിന്നാലെ പോകുന്നത് എന്തിനാ? മുസ്ലിം സമൂഹത്തിനൊരു ബാധ്യതയുണ്ട്. ഇസ്ലാമിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ അവിടെ ഇസ്ലാമിക സമൂഹം സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട്. ഡോക്ടർ ഹാദിയ ഏതോ ഒരു സംഘപരിവാര പ്രവർത്തകനായ അമ്മാവന്റെ മരുമകളായിരുന്നു അത്രേ. അതാണ് ഇപ്പൊ കുഴപ്പം. നമുക്കിങ്ങനെ ഇവരുടെ കുടുംബത്തിൽ നിന്ന് പെണ്ണുങ്ങളെ പ്രേമിച്ചു കൊണ്ടുവരേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തെള്ളിക്കളഞ്ഞ കാര്യമാണ്. അങ്ങനെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. അതിന് കൃത്യമായ രേഖകളോ അതിന് കൃത്യമായ തെളിവുകളോ ഇല്ല. എന്നിട്ടും ഇന്നിപ്പോ പറഞ്ഞുകൊണ്ട് നടക്കുക. നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതിനേക്കാളും വലിയ ഇസ്ലാമിക ശത്രുക്കളുടെ കുടുംബത്തിലെ പെമ്മക്കള് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനേക്കാളുമൊക്കെ വലിയ അമ്മാവന്മാരുടെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് ഇസ്ലാമിൽ. അന്ന് മുതൽ ഇസ്ലാം സ്വീകരിച്ചു എന്നൊരു നിലപാടുണ്ട്. അവിടെ തിരിച്ചറിയേണ്ടത് കർമ്മവിശുദ്ധിയോടുകൂടി വരുന്നവരെ മാത്രം ഇവിടെ മതി. കല്യാണം കഴിക്കാൻ വരുന്നവരെ ഇവിടെ വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്ക് ഒരു പെൺകുട്ടി വരികയാണ് മുസ്ലിമാകാൻ. ആരാ വന്നതെന്നറിയുമോ? മക്കയിലുണ്ടായിരുന്ന സംഘപരിവാര വർഗീയവാദ തീവ്രവാദ നേതാവായിരുന്ന ഉഖബത്ത് ബിൻ അബീ മുഈത്ത് എന്ന അന്നത്തെ ഇസ്ലാമിന്റെ ശത്രുക്കളിൽ പ്രധാനിയും പ്രധാനിയുമായിരുന്ന ഉഖബത്ത് ബിൻ അബീ മുഈത്തിന്റെ വീട്ടിലെ പെണ്ണ് വരികയാ മുസ്ലിമാകാൻ വേണ്ടി മക്കയിൽ നിന്ന്
നിന്ന് മദീനയിലേക്ക് വരികയാ. 480 കിലോമീറ്ററുകളോളം യാത്ര ചെയ്തുകൊണ്ട് തന്റെ നാടും വീടുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കുടുംബമഹിമയും സമ്പത്തും സൗന്ദര്യവുമുള്ള ഒരു പെണ്ണ് വരികയാ മുസ്ലിമാകാൻ. ഹബീബായ മുത്തിന്റെ അടുക്കലേക്ക് വന്ന കാര്യം പറയുകയാ. ഉടൻ തന്നെ പടച്ച തമ്പുരാന്റെ ഇടപെടൽ വരികയാ. പ്രിയപ്പെട്ട പ്രവാചകരെ, അല്ലാഹുവിന്റെ ഇടപെടൽ വരികയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്തു ഫംതഹിനൂഹുന്ന. ഏ സത്യവിശ്വാസികളെ, ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളോടും ലോകാവസാനം വരെ വരാനുള്ള മുഴുവൻ സത്യവിശ്വാസികളോടും പടച്ച തമ്പുരാന്റെ അറിയിപ്പ് വരികയാണ്, ആഹ്വാനം വരികയാ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്തു, നാടും വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികള് നിങ്ങളുടെ അടുക്കലേക്ക് മുസ്ലിമാകണമെന്ന് പറഞ്ഞു വന്നാൽ, അവര് വലിയ കുടുംബക്കാരായേക്കാം, വലിയ പ്രമാണിമാരുടെ മക്കളായേക്കാം, ഇസ്ലാമിക ശത്രുത പശ്ചാത്തലമുള്ള കുടുംബത്തിലെ അംഗങ്ങളായേക്കാം, അവരൊരുപാട് വിദ്യാഭ്യാസമുള്ളവരായേക്കാം എന്ന് കരുതിയിട്ട് ഉടനടി നിങ്ങൾ അവരെ അങ്ങ് സ്വീകരിക്കല്ലേ. പിന്നെയോ ഖുർആൻ പഠിപ്പിച്ചതെന്താണ്? ഫന്തഹിനൂഹുന്ന, നിങ്ങൾ ഈ പെൺകുട്ടികളെ പറ്റി അന്വേഷണം നടത്തുക. ഇസ്ലാമിലേക്ക് വന്ന പെണ്ണിനെ പറ്റി നിങ്ങൾ അന്വേഷണം നടത്തുക. ഹബീബായ റസൂൽ അന്വേഷിക്കുമായിരുന്നു, കല്യാണം കഴിക്കാൻ വേണ്ടിയാണോ ഇവൾ ഇസ്ലാമിലേക്ക് വന്നതെന്ന്? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഇവൾ ഇസ്ലാമിലേക്ക് വന്നതെന്ന്? സമ്പത്തിന് വേണ്ടിയിട്ടാണോ ഇവൾ ഇസ്ലാമിലേക്ക് വന്നതെന്ന്? എങ്കിൽ ഡോക്ടർ ഹാദിയയുടെ വിഷയത്തിൽ നമുക്ക് ഈ അന്വേഷണം നടത്താം. അതേ, ഹാദിയ വന്നത് കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലല്ലോ. ഒരു ഡോക്ടറായി സാമ്പത്തിക സ്രോതസ് തുറന്നു കൊടുക്കപ്പെട്ട പെണ്ണ് വന്നത് സമ്പത്തിനോ സ്ഥാനമാനങ്ങൾക്കോ വേണ്ടിയല്ലല്ലോ. അതുകൊണ്ട് കൃത്യമായ അന്വേഷണം നിങ്ങൾ നടത്തുക. എന്തിനാണ് ആ പെൺകുട്ടികൾ ഇസ്ലാമിലേക്ക് വന്നത്? കല്യാണം കഴിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധങ്ങളില്ല, പ്രേമബന്ധങ്ങളുടെ പൂർത്തീകരണത്തിനാണ് വന്നതെങ്കിൽ അവരുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ടുന്നത് പോലുമില്ല. എന്നാൽ പടച്ചവന് പഠിപ്പിക്കുകയാ, കർമ്മവിശുദ്ധിയോടുകൂടിയാണ് അവർ വന്നതെങ്കിൽ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് പടച്ചവനെ വിശ്വസിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടികൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതെങ്കിൽ ഈ സമൂഹമേ, നിങ്ങൾക്ക് അവിടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ, ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ടാണ് വന്നതെങ്കിൽ, അല്ലാഹുവിനെ വിശ്വസിച്ചുകൊണ്ടാണ് വന്നതെങ്കിൽ, അല്ലാഹുവിന് വേണ്ടിയാണ് അവൾ ഇസ്ലാമിലേക്ക് വന്നതെങ്കിൽ ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ, പിന്നെ ഒരിക്കലും ശത്രുക്കളുടെ കൈകളിലേക്ക് നിങ്ങൾ അവരെ മടക്കി അയക്കല്ലേ. ജീവൻ കൊടുത്തിട്ടായാലും, എത്ര വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് പോയാലും, ഹാദിയയെപ്പോലെ ഇസ്ലാമിലേക്ക് കർമ്മവിശുദ്ധിയോടുകൂടി കടന്നു വന്ന പെൺകുട്ടികളെ, അവർക്ക് നിങ്ങൾ സംരക്ഷണം കൊടുക്കണം, അവർക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തണം, അവർക്ക് വേണ്ടി കർമ്മരംഗത്തേക്ക് ഇറങ്ങണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. നിങ്ങൾ അന്വേഷിക്കും, ഇസ്ലാമിലേക്ക് വരുന്ന പെൺകുട്ടികളിൽ കർമ്മവിശുദ്ധിയുള്ളതാരാ? പെണ്ണ് കെട്ടാൻ വന്നതൊക്കെ ആ വഴിക്ക് പോട്ടെ, നമുക്ക് വിഷയമല്ല. പക്ഷേ അള്ളാനെ അറിഞ്ഞ്, ഇസ്ലാമിനെ അറിഞ്ഞ്, ദീനിനെ അറിഞ്ഞാണോ വന്നത് എങ്കിൽ സമൂഹത്തിന്റെ ബാധ്യതയാണ് ആ കർമ്മവിശുദ്ധി മുൻനിർത്തിയിട്ട് ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ, പിന്നെ നിങ്ങൾ ശത്രുക്കളുടെ കൈകളിലേക്ക് അവരെ മടക്കി അയക്കരുത്. സമൂഹത്തിന്റെ ബാധ്യതയാണത്, ഉമ്മത്തിന്റെ ബാധ്യതയാണത്. നമ്മൾ തിരിച്ചറിയണം. ഏതെങ്കിലും സംഘടനകൾക്ക് തീരെഴുതി കൊടുക്കേണ്ട വിഷയമാണോ ഇത്? ഏതെങ്കിലും സംഘടനകളും പ്രസ്ഥാനങ്ങളും മാത്രം പ്രവർത്തിക്കേണ്ടെന്ന മേഖലയാണോ ഇതല്ല? അല്ല, നാം തിരിച്ചറിയുക. കേരളത്തിന്റെ, ഇന്ത്യയുടെ മണ്ണിൽ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തെ തകർക്കാൻ, ഇസ്ലാമിക പ്രബോധനത്തെ പോലും നിർബന്ധ പദപരിവർത്തനമെന്ന് വരുത്തി തീർക്കാൻ സംഘപരിവാർ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിനൊരു പാരമ്പര്യമുണ്ട്.
കേരളത്തിനൊരു പാരമ്പര്യമുണ്ട്. ചാതുർവർണ്ണ്യം നിലനിന്നിരുന്ന കറുത്തവനെ മനുഷ്യനായി പോലും അംഗീകരിക്കാതെ 36 അടി വാരം മാറി നടക്കേണ്ടവനാണ് നീ എന്ന് പറഞ്ഞ് പാടത്തും പറമ്പത്തും പടിയെടുക്കുന്ന പാവപ്പെട്ട ദലിതൻ ഉൾപ്പെടെയുള്ളവരെ ഇരുകാലി ജീവികളെന്ന് പോലും പരിഗണിക്കാതിരുന്ന മേലാളന്മാരുടെ ഒരു കാലം. അന്ന് മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ള സന്ദേശവുമായി കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്ന വിശുദ്ധ ദീനുൽ ഇസ്ലാം. വിശുദ്ധ ദീനുൽ ഇസ്ലാം മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവും സംഘവും കേരളത്തിന്റെ മണ്ണിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾ അന്ന് ആ മുസ്ലിമുകളെ സ്വീകരിച്ചു. ഇവിടെ ജീവിച്ചിരുന്ന നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ ആ മുസ്ലിം പ്രബോധകരെ സ്വീകരിച്ചു. എന്നാൽ ഇന്നത്തെ അധികാരികൾ പറയുന്നു മരുന്നിട്ട് കൊടുക്കരുതെന്ന്. എന്നാൽ ഇന്ന് വർഗീയവാദികളായ ഒരു കൂട്ടം ഭീകരന്മാർ പറയുന്നു പ്രബോധനം ഞങ്ങൾ അനുവദിക്കില്ല എന്ന്. അവിടെയാ തിരിച്ചറിയേണ്ടത്. പ്രബോധനത്തെ പോലും തടഞ്ഞ് ഹിന്ദു മുസ്ലിം മാനവ മനസ്സുകളിൽ വർഗീയതയുണ്ടാക്കി. ഞാനിവിടെ വരുമ്പോൾ മഴയാണ്, നമ്മൾ പരിപാടി നടത്തണോ ഒഴിവാക്കിക്കൂടെ ഞാൻ ചോദിച്ചു. എന്നോട് പറഞ്ഞു ഉസ്താദേ അവിടെ കുട്ടികൾ പണിയെടുക്കുക, അതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് ഒരു ഹൈന്ദവ സഹോദരൻ നന്ദു എന്നൊരു സഹോദരൻ. ഇത് ഇന്ത്യ രാജ്യത്തിന്റെ കേരളത്തിന്റെ പാരമ്പര്യമാണ്. ഇസ്ലാമിന്റെ പ്രബോധനം നടക്കുമ്പോൾ ഇരുകൈകളും നീട്ടി സ്വീകരിച്ച, അതിന് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത ഒരു പാരമ്പര്യമാണ് ഇവിടുത്തെ പാരമ്പര്യമെങ്കിൽ ആ പാരമ്പര്യം ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഇതുപോലെയുള്ള ചെറുപ്പക്കാരുടെയും ഒക്കെ ഇടയിൽ വർഗീയതയുണ്ടാക്കി കുത്തിത്തിരിപ്പ് നടത്താൻ ശ്രമങ്ങൾ നടത്തുമ്പോൾ നാം തിരിച്ചറിയേണ്ടുന്നത് ഈ സൗഹാർദ്ദത്തിലൂടെയും സ്നേഹത്തിലൂടെയുമാണ് നമുക്കിവരോട് മറുപടി പറയാനുള്ളത്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ, കർമ്മവിശുദ്ധി ഉണ്ടാകണം. കർമ്മവിശുദ്ധി ഇസ്ലാമിലേക്ക് വരുന്നവർക്ക് പോലും ആ വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അല്ലാഹ് പറഞ്ഞു എന്താ ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം, നിസ്കരിക്കുന്നവർക്ക് തന്നെയാണ് നാശം. കാരണം എന്താ? അല്ലദീനഹും യുറാഊൻ, അവർ കർമ്മവിശുദ്ധിയോടുകൂടിയല്ല നിസ്കരിച്ചത്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചു. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചു. അതുകൊണ്ട് നാം തിരിച്ചറിയുക, നമ്മുടെ പുണ്യകർമ്മങ്ങൾ സ്വീകരിക്കപ്പെടേണ്ടുന്ന പുണ്യങ്ങൾ പാഴാക്കപ്പെടാതിരിക്കുവാനുള്ള ഏറ്റവും ഒന്നാമത്തെ വിശുദ്ധി കർമ്മ വിശുദ്ധി ഉണ്ടാവുക. അല്ലാഹു തആല നേടിയെടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമതായി നാം നേടിയെടുക്കേണ്ടുന്ന വിശുദ്ധി, വിശ്വാസ രംഗത്ത് വിശുദ്ധി കൈവരിക്കാൻ നമുക്ക് സാധിക്കാം. വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ ചിന്തകളോ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള വിഷയങ്ങളുമായോ ബന്ധപ്പെടില്ല എന്ന് തീരുമാനമെടുക്കാൻ ഓരോ മുഅ്മിനീങ്ങൾക്കും സാധിക്കണം. വിശ്വാസങ്ങൾക്ക് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, അപ്രകാരമുള്ള ചിന്തകൾ, അങ്ങനെയുള്ള അനാചാരങ്ങൾ അതിലേക്ക് പോയാൽ നമ്മുടെ നന്മകൾ തള്ളപ്പെടുകയും പുണ്യങ്ങൾ പാഴാക്കപ്പെടുകയും ചെയ്യും. സഹോദരിമാരൊക്കെയാണ് ഗൗരവമായി ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നത്. പ്രശ്നങ്ങളുടെ പേരിൽ, പ്രയാസങ്ങളുടെ പേരിൽ ഒരുപക്ഷെ വിശ്വാസത്തിനും നിരക്കാത്ത പ്രവർത്തനങ്ങളിലേക്ക് പോയി ചാടുന്നവരുണ്ട്, അങ്ങനെ പോയി വീഴുന്നവരുണ്ട്. ആൾ ദൈവങ്ങളുടെ കാലഘട്ടമാണിത്. ആൾദൈവങ്ങളുടെ കാലഘട്ടമാണിത്. കോടിക്കണക്കിന് വില വരുന്ന വിദേശ നിർമ്മിത ആഡംബര കാറുകൾ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നമ്പർ പ്ലേറ്റുകളില്ലാതെ ഈ രാജ്യത്തോടുകൂടി ചീറിപ്പായുന്ന ആൾദൈവങ്ങളുടെ കാലഘട്ടം. ആത്മീയതയുടെ മറവിൽ മയക്കുമരുന്നിനും കഞ്ചാവിനും ആത്മീയ ലൈംഗിക ചൂഷണത്തിനും വഴിമരുന്നിടുന്ന ആൾദൈവങ്ങളുടെ കാലഘട്ടമാണിത്. ആൾദൈവങ്ങൾക്ക് വേണ്ടി കൊല്ലുവാനും ചാകുവാനും മടിയില്ലാത്ത വിവരദോഷികളായ അനുയായികളുടെ കാലഘട്ടമാണ്. ലോകത്ത് നമ്രൂദ് എന്ന പേരുള്ള ഒരു വലിയ ആൾ ദൈവത്തെ തന്റെ മുന്നിൽ സർവരും തലകുനിക്കണം, താൻ പറയുന്നത് മാത്രം അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ നമ്രൂദ് എന്ന പരമാധികാരമുണ്ടായിരുന്ന ഒരാൾ ദൈവത്തിന്റെ കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് ചെന്ന് അവൻ നടത്തുന്ന ആത്മീയ ചൂഷണങ്ങളെ ചോദ്യം ചെയ്യുകയും അത് തകർക്കുകയും
അതിനെതിരിൽ യഥാർത്ഥ വിശ്വാസത്തെ പ്രബോധനം ചെയ്യുകയും ചെയ്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളാണ് നാം. വത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ. ആ ഇബ്രാഹിമിന്റെ മാതൃക നിങ്ങൾ പിൻപറ്റണമെന്ന് ഖുർആൻ പറയുമ്പോൾ ഇന്നെവിടെയാണ് മലപ്പുറം ജില്ലയിൽ ഇസ്ലാമിക പാരമ്പര്യമുള്ള ഒരുപാട് ഇസ്ലാമിക വീരധീര ചരിതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മലബാറിന്റെ മാപ്പിള മണ്ണിൽ പോലും നമ്മൾ കണ്ടതെന്താ? കുടുംബനാഥൻ മരണപ്പെട്ടു. ആ വീട്ടുകാരോട് ഇവർ ആൾ ദൈവമായി അംഗീകരിച്ചിരുന്ന ഒരു വിവരദോഷിയായ ഒരുത്തം പറഞ്ഞു, അത്രേ കുഴപ്പമില്ല, ഞാൻ ജീവനിട്ട് തന്നേക്കാമെന്ന്. മുസ്ലിം സമൂഹത്തിലാ വേദനയോടുകൂടിയാ നമ്മളിത് ചർച്ച ചെയ്യേണ്ടുന്നത്. മരിച്ചുപോയ ഒരു മനുഷ്യൻ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ധാരാളം മരണപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും എളുപ്പത്തിൽ കഫനും ദഫനും ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണെങ്കിൽ മരണപ്പെട്ട മനുഷ്യന്റെ ശരീരം പുഴുവെടുത്ത് ചീഞ്ഞ് നാറി വികൃതമായി മുറിക്കുള്ളിൽ കട്ടിലിൽ കിടക്കുമ്പോഴും ആൾ ദൈവത്തിന്റെ റോളിൽ അരങ്ങുവാനിരുന്നതായ ആത്മീയ ചൂഷകം പറഞ്ഞു കൊടുത്തതായ പ്രവർത്തനങ്ങളുമായി ചീഞ്ഞളിഞ്ഞ ജനാസയുമായി കാത്തിരിക്കാൻ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവർ തയ്യാറായെങ്കിൽ ഈ അവസ്ഥകൾക്കാണ് മാറ്റം വരേണ്ടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ മുത്തലി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച് മനസ്സിലാക്കി തരികയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഗൗരവത്തോടുകൂടി കേൾക്കേണ്ടുന്ന വിഷയമാ. റസൂലുള്ള പറയുകയാണ്, മൻ അതാ അറാഫ ഫസഅലഹു അൻ ശൈഇൻ ഫസദഖഹു. ഹബീബായ റസൂൽ പറയുകയാ, ആരെങ്കിലും ഒരാൾ ഒരു പൂജാരിയുടെയോ ജ്യോതിഷന്റെയോ അടുക്കലേക്ക് പോയാൽ തുറന്നു പറയട്ടെ, അത് കാഷായ വേഷം ധരിച്ചവരായാലും, അത് വെള്ളയും ധരിച്ചവരായാലും, അത് തലപ്പാവ് കെട്ടിയവരായാലും, അത് തസ്ബീഹ് കൊണ്ടിരിക്കുന്നവരായാലും, അത് പച്ചപ്പട്ട് ധരിച്ചു കൊണ്ടിരിക്കുന്നവരായാലും, ഇപ്രകാരമുള്ള ആത്മീയ ചൂഷകന്മാരുടെ മുന്നിലേക്ക് ചെന്നിട്ട് ആദർശത്തെ പണയം വെക്കുന്നവരെ, തങ്ങളുടെ മുന്നിലേക്ക് പ്രയാസങ്ങളുടെ ഭാണ്ഡക്കെട്ടുകളുമായി കടന്നവരെന്താ? പാവപ്പെട്ട മനുഷ്യ മക്കളുടെ വിശ്വാസ ദൗർബല്യതയെ ചൂഷണം ചെയ്തുകൊണ്ട് സാമ്പത്തിക ആത്മീയ ലൈംഗിക ചൂഷണം നടത്താൻ കഴുക കണ്ണുകളുമായി കാത്തിരിക്കുന്ന കാമവറിയന്മാരുടെ മുന്നിലേക്ക് തങ്ങളുടെ പ്രശ്നങ്ങളുടെ കണ്ണീർ കഥകളുമായി കടന്നു ചെല്ലുന്നവരുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇങ്ങനെയുള്ള കള്ളന്മാരായ ആത്മീയ ചൂഷകന്മാരുടെ അടുക്കലേക്ക് പോയാൽ ജീവിതത്തിന്റെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അവരുമായി പങ്കുവച്ചാൽ ഭർത്താവിന് രോഗമാ, രോഗത്തിന് കുറവില്ല, ഗൾഫിൽ പോയ മകന് നല്ല ജോലി കിട്ടുന്നില്ല, 20 വയസ്സായ മകളുടെ വിവാഹം നടക്കുന്നില്ല, കല്യാണം കഴിച്ച് 8 വർഷമായി മക്കളില്ല, ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് ഇപ്രകാരമുള്ള കപടന്മാരുടെ മുന്നിലേക്ക് പോയി ആദർശം പടയം വെച്ചിട്ട് ഈ പ്രശ്നങ്ങളുടെ പരിഹാരം അവരോട് ചോദിച്ചിട്ട് അവര് പറയുന്നതായ കള്ളങ്ങളെയും ചൂഷണത്തിന്റെ വാക്കുകളെയും അപ്പടി വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് പുണ്യം ചെയ്താലും അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ലം തുഖബൽ സലാത്തുൽ 40 ലൈല. അങ്ങനെയുള്ളതായ വിശ്വാസികളുടെ 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. ഇങ്ങനെയുള്ളവരുടെ മുന്നിലേക്ക് പോകുന്നവരുടെ പുണ്യങ്ങൾ പാഴാക്കപ്പെടുകയാണ്. അവരുടെ നിസ്കാരങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നതല്ല, അവരുടെ നിസ്കാരം കൊണ്ട് പടച്ചവൻ പൊരുത്തപ്പെടുന്നതല്ല. ഹബീബായ മുത്തലി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചെങ്കിൽ ആത്മീയ ചൂഷകന്മാരെ വളർന്നു വരികയല്ലേ, ആത്മീയ ചൂഷണത്തിന്റെ വക്താക്കളെ വളർന്നു വരികയല്ലേ. റസൂലുള്ള പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പോയാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആരെങ്കിലും ഇങ്ങനെയുള്ളതായ ആത്മീയ ചൂഷകന്മാരുടെ സമക്ഷത്തിലേക്ക് പോയാൽ അല്ലാഹുവിന്റെ ഹബീബായ മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതൊക്കെ അവര് നിഷേധിച്ചവരാ, അവര് കുഫ്രിയത്തിന്റെ മാർഗത്തില് നബിയുനാ മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മീയതയുടെ ചൂഷണത്തിന്റെ വക്താക്കൾ അവരുടെ മുന്നിലേക്ക് പോയി വിശ്വാസ രംഗത്തെ വിശുദ്ധിയെ നശിപ്പിച്ചു കളയുന്നവർ. ഹബീബായ റസൂൽ പറഞ്ഞു, പുണ്യങ്ങൾ പാഴാക്കപ്പെട്ടവരാണവർ, പുണ്യങ്ങൾ പാഴാക്കപ്പെട്ടവരാണവർ. നാം തിരിച്ചറിയുക ഏതെല്ലാം നിലയിലാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ? തൊട്ടടുത്ത് ശാസ്താംകോട്ടക്കടുത്തൊക്കെ നാളുകൾക്ക് നമ്മൾ കണ്ടില്ലേ, പാവപ്പെട്ട 28 മറ്റോ വയസ്സുള്ള പെൺകുട്ടിയെ നട്ടല് ചവിട്ടിയിട്ട് കൊന്നുകളഞ്ഞ ഒരു ഇസ്ലാമിക ജ്യോതിഷത്തിന്റെ ആൾ. അങ്ങനെയാ, ജ്യോതിഷം ഇസ്ലാം അനുവദിച്ചിട്ടില്ല, ഇസ്ലാമിൽ ജ്യോതിഷമില്ല. പക്ഷേ ഇപ്പോ ഇറങ്ങിയിരിക്കുന്നു ഇസ്ലാമിക് ജ്യോതിഷം, അറബിക് ജ്യോതിഷം. അങ്ങനെയൊന്നുണ്ടോ? ഇസ്ലാമില് കള്ള് ഹറാമല്ലേ? ഈ ഹലാലായ കള്ളുണ്ടോ? ഹലാൽ ബിയർ. ചില ആളുകൾക്ക് പിന്നെ അങ്ങനെയും വാശിയുണ്ട്. ചില ബാറുകളുടെയൊക്കെ മുന്നിൽ, എത്രയോ നഗരങ്ങളിൽ, ബാംഗ്ലൂരിൽ ഉൾപ്പെടെ ചില ബാറുകളുടെ മുന്നിൽ ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും, വി സെർവ് ഓൺലി ഹലാൽ ചിക്കൻസ്. ഇവിടെ കള്ളു കുടിക്കാൻ വരുന്ന ഏതെങ്കിലും മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവരറിഞ്ഞോളിൻ, കള്ളിന്റെ കൂടെ നിങ്ങൾ ടച്ചിങ്സ് ആയിട്ട് അടിക്കുന്ന ചിക്കൻ ബിസ്മി ചൊല്ലി അർത്ഥതാ. ഇനി അങ്ങനെ ആർക്കെങ്കിലും നിർബന്ധം ഉണ്ടെങ്കിലോ? കാലഘട്ടം അങ്ങനെ എത്തിയില്ലേ? ജ്യോതിഷത്തിനെ ഇസ്ലാം എതിർത്തപ്പോ ഇസ്ലാമിക് ജ്യോതിഷം അറബിക് ജ്യോതിഷവുമായിട്ട് ഇറങ്ങിയേക്കപ്പോ ആളുകള്. അങ്ങനെ ഒന്നുണ്ടോ? ഞാൻ പറയുന്നത് ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയം. ഇതിനൊരു മറുപുറമുണ്ട്, ഒരു മറുപുറമുണ്ട്. രോഗം വന്നു, പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പള്ളിയിൽ ഉസ്താദിന്റെ അടുക്കലേക്ക് പോയി, നാട്ടിൽ അറിയപ്പെട്ട ഒരു തങ്ങളുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, പ്രയാസങ്ങൾ അനുഭവിക്കുകയാ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകയാ, അതുകൊണ്ട് കുറച്ച് വെള്ളം ഓതി തരണം. അതൊരു തെറ്റല്ല. അദ്ദേഹം അത് വാങ്ങി, ഖുർആനും ഹദീസിൽ വന്ന ദുആക്കളും അതിൽ ഓതി ഊതി, അത് കുളിക്കുകയോ അത് കുടിക്കുകയോ ചെയ്തു. അതൊന്നും ഒരു തെറ്റല്ല. തലയ്ക്ക് പിടിച്ചോതുന്ന തെറ്റല്ല. ജിന്നുബാധ ഉണ്ടാവോ? ഉണ്ടാവും. ഹദീസ് കൊണ്ട് തെളിയിക്കപ്പെട്ടതാ. അങ്ങനെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു ഉസ്താദിന്റെ അടുക്കൽ പോയി, ഖുർആനും ഹദീസും അംഗീകരിച്ച ഇസ്ലാമിന് കടകവിരുദ്ധമല്ലാത്ത ദുആക്കൾ കൊണ്ട് ഊതി, കാതിൽ ഊതി, മുടിക്കെട്ടിൽ പിടിച്ചിട്ട് ഊതി. തെറ്റൊന്നുമില്ല. ഇസ്ലാമിൽ അംഗീകരിക്കുന്ന പ്രാർത്ഥകനാണെങ്കിൽ അതൊന്നും ഒരു തെറ്റല്ല. അതൊന്നും തെറ്റാണെന്നല്ല ഈ പറയുന്നത്. മറിച്ച് പ്രശ്നങ്ങളുമായി ചെല്ലുമ്പോ അവിടെ ഒരു 3 തേങ്ങ ഉടച്ചേക്കുക, ഇവിടെ ഒരു 3 കോഴി അറുത്തേക്കുക. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ഏർപ്പാടുകളുണ്ടല്ലോ. എവിടെ എത്തി മുസ്ലിം സമൂഹം? ആളുകൾക്ക് മുമ്പ് നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോയി. ഒരു സിനിമാ നടിയെ തട്ടിക്കൊണ്ടുപോയി എല്ലാരും കൂടെ അതിന്റെ പുറകെ അങ്ങ് പോയി. അതിനിടയിൽ ഇവിടെ നടന്നു ഒരു പാവപ്പെട്ട പെണ്ണ്, ഇവിടെ കല്യാണം കഴിഞ്ഞു, അവക്കൊരു കുഞ്ഞുണ്ട്, വിവാഹമോചിതരായി. പിന്നെ 2ാമത്തെ കല്യാണം നടക്കുന്നില്ല. വീട്ടുകാരെല്ലാം കൂടെ പൊക്കിയെടുത്ത് ഒരു ജിന്നുമാടെ മുമ്പിൽ കൊണ്ടിട്ടു. ഇവള് കബഡിയൊക്കെ നിരത്തി കാര്യമൊക്കെ മനസ്സിലാക്കി, പരിഹാരവും പറഞ്ഞു കൊടുത്തു. അഗ്നിഹോമം നടക്കുക. ഈ പാവം സഹോദരിയെ ഒരു കസേരയിൽ ഇരുത്തി അതിന്റെ മുന്നിൽ ഒരു അഗ്നിഹോമം ഒരുക്കിയിട്ട് ഇവരിങ്ങനെ മന്ത്രവാദം നടത്തുന്നു. അതിനിടയിൽ ഒരു കുപ്പിയിൽ പെട്രോൾ എടുത്തിട്ട് ഈ തീയിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നു. തീ ആളി പടരുന്നു. ആ പാവം സഹോദരിയുടെ ശരീരത്തിൽ തീ പിടിച്ച് വെന്തുരുകി ആ പെണ്ണ് മരിച്ചുപോയി, മരണപ്പെട്ടു പോയി. അല്ലാഹു തആല ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അല്ലേ? കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് പെട്രോൾ ഒഴിച്ചാൽ തീ ആളി കത്തും എന്ന സാമാന്യ വിവരം പോലും ഇല്ലാത്ത സാധനമാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുന്നത്. മരണപ്പെട്ടുപോയ സഹോദരിയുടെ ഒരു വിവാഹം കഴിഞ്ഞു, അവർക്ക് ഒരു കുട്ടിയുണ്ട്. അവരുടെ 2ാമത്തെ വിവാഹം നടക്കാവുള്ളൂ. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കാൻ പോയി ജിന്നുമ്മ ഉണ്ടല്ലോ, 45 വയസ്സുണ്ട്, ഇന്ന് വരെ അവരുടെ കല്യാണം നടന്നിട്ടില്ല. അതിപ്പോ ആരാ പരിഹരിക്കുന്നതിനി? അതാര് പരിഹരിച്ചു കൊടുക്കും? നമ്മൾ അറിയേണ്ടത് സമുദായം ഇവിടെ ശരിയും തെറ്റും ചിന്തിക്കലല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിലായി പോകുന്നതൊക്കെ. അവിടെ പോയാൽ അവര് പറയുന്നത് ശരിയാ, അവര് ചെയ്യുന്നത് ശരിയാ, അനുഭവമാ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ വലാ തഅതു കാഹിന, നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളുടെ അടുക്കലേക്ക് പോകല്ലേ. സഹാബാക്കൾ ഒരിക്കൽ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, താങ്കൾ പറയുന്നു ഇങ്ങനൊന്നും ഉള്ളവരുടെ അടുക്കലേക്ക് പോകരുതെന്ന്. പക്ഷേ പോയവരായ ഞങ്ങളുടെ അനുഭവം എന്താണെന്നറിയോ? അവര് പറയുന്നതൊക്കെ കറക്റ്റാ നബിയെ, അവര് പറയുന്നതൊക്കെ കറക്റ്റാ.
ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിലാ പോകുന്നത്. റസൂലുള്ളാഹി തങ്ങളെ സഹാബത്തിനെ പഠിപ്പിച്ചു, സഹാബാക്കളെ ആകാശത്ത് കൊല്ലിയാനെറിയുന്നത് കണ്ടിട്ടുണ്ടോ? കൊല്ലിയാനെറിയാന്നല്ലേ പറയുന്നത്? ഈ നക്ഷത്രം ഇങ്ങനെ അല്ലേ, അങ്ങനല്ലേ പറയുന്നേ? കൊല്ലിയാനെറിയുക, നക്ഷത്രം ഇങ്ങനെ കത്തി ഇങ്ങനെ ദൂരേക്ക് പോയി പെട്ടെന്ന് അങ്ങ് തീരുക. നമ്മളിങ്ങനെ കാണും, അടുത്തേക്ക് നാളെ വിളിച്ച് കാണിച്ചു കൊടുക്കാനുള്ള സമയമൊന്നും ഉണ്ടാവൂല, പെട്ടെന്ന് അങ്ങ് പോകും. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു അത്ഭുത പ്രതിഭാസം. റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾ എന്താ പറയുന്നേ? അത് നബിയെ, എവിടോ ഒരു വലിയ മഹാനായ മനുഷ്യൻ ജനിച്ചു, അല്ലെങ്കിൽ ഒരു മഹാനായ മനുഷ്യൻ മരിച്ചു, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. റസൂലുള്ളാഹി പറയുന്ന അങ്ങനൊന്നും അല്ല കാര്യം. അല്ലാഹു തആല അവന്റെ സിംഹാസനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ തീരുമാനിക്കും. ഈ തീരുമാനങ്ങൾ അറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ സിംഹാസനം ചുമക്കുന്ന മലക്കുകൾ തസ്ബീഹ് ചൊല്ലും. ഇത് കേട്ട് താഴെയുള്ള മലക്കുകൾ ചൊല്ലും. അങ്ങനെ മലക്കുകൾ ചൊല്ലി 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 ഭൂമിയിലുള്ള മലക്കുകളും തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങും. എന്നിട്ട് ഏറ്റവും താഴെയുള്ള മലക്ക് മുകളിലുള്ള മലക്കിനോട് ചോദിക്കും, എന്തുകൊണ്ടാ തസ്ബീഹ് ചൊല്ലിയത്? ഈ ചോദ്യം വീണ്ടും അർശ് ചുമക്കുന്ന മലക്കിന്റെ അടുക്കലെത്തും. ആ മലക്ക് പറയും, അല്ലാഹു ഇന്ന മനുഷ്യന്റെ കാര്യത്തിൽ ഇന്ന ഇന്ന തീരുമാനങ്ങളാണ് അള്ളാന്റെ വിധി, പടച്ചവന്റെ തീരുമാനം അതാ. ആ മലക്കുകൾ ഈ തീരുമാനം ഇങ്ങനെ ചർച്ച ചെയ്ത് വരുമ്പോ ഇബ്ലീസ് അതിങ്ങനെ പോയിട്ട് ഒളിച്ചു നിന്ന് കേൾക്കാൻ തുടങ്ങും. ശൈത്താൻ അത് കേട്ട് ഒളിച്ച് കേൾക്കാൻ തുടങ്ങും. ഇങ്ങനെ ഒളിച്ച് കേൾക്കാൻ വരുന്ന ശൈത്താനെ മലക്കുകൾ എറിഞ്ഞോടിക്കുന്നതാണ് ഈ കൊല്ലിയാനെറിയുന്നതായി നിങ്ങൾ കാണുന്നത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഈ ശൈത്താൻ എന്തെങ്കിലുമൊക്കെ അറ്റവും മൂലയൊക്കെ ഇങ്ങനെ കേൾക്കും. ഇത് കേട്ടിട്ട് വന്നിട്ട് ഈ ശൈത്താന്റെ കൂട്ടുകാരന്മാരാണ് ഇമ്മാതിരി കബഡി നിർത്തിക്കൊണ്ടിരിക്കുന്ന ടീമുകളൊക്കെ. കളം വരച്ചിട്ട് കണക്കെഴുതിയിട്ട് തീരുമാനങ്ങൾ പറയില്ലേ, ഒക്കെ ശൈത്താന്റെ കൂട്ടുകാരാ. ഇവര് വന്നിട്ട് ഈ കൂട്ടുകാരടുത്ത് പറയും, നമ്മുടെ ഇന്ന ആജിയാരുടെ ഇന്ന മകനില്ലേ, അവൻ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവും, ഈ കാര്യങ്ങളൊക്കെ അറിയിക്കും. നമ്മളും പ്രശ്നം ഉണ്ടാവുമ്പോ ഓടി ഇയാളടുത്ത് ചെല്ലും. അപ്പൊ ഇയാള് പറയും, ശരിയാണ്, പ്രശ്നമുണ്ട്. റസൂലുള്ള പറയാ, ശൈത്താൻ അവർക്ക് എന്തു പറഞ്ഞു കൊടുത്തോ അതിന്റെ കൂട്ടത്തിൽ കുറെ 100 കളവുകളും കൂടി ഇവര് ഫിറ്റ് ചെയ്യും. ശൈത്താനേക്കാൾ വലിയ ശൈത്താൻ ഒന്ന് കുറച്ച് പറയും, അതിന്റെ കൂടെ 100 കളവുകൾ കൂടി ഇവര് വാരിയിടും. എന്നിട്ട് നമ്മളോട് ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്ത് പറഞ്ഞു തരും. അവര് പറയുന്നത് ശരിയാ. റസൂലുള്ള പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളങ്ങ് പോകാൻ നിൽക്കല്ലേ, അതുകൊണ്ടങ്ങ് പോകാൻ നിൽക്കരുത്. ഇങ്ങനെ പോയാൽ നമ്മുടെ അമലുകൾ നശിപ്പിക്കപ്പെടും, നിസ്കാരം സ്വീകരിക്കപ്പെടാത്ത അവസ്ഥ വരും, നന്മകൾ തള്ളപ്പെടുന്ന അവസ്ഥ വരും. അല്ലാഹുവിന്റെ മുന്നിൽ പാപങ്ങളൊക്കെ പുണ്യങ്ങളെക്കാൾ പാപങ്ങളുടെ കൂമ്പാരങ്ങളുമായി പോയി നിൽക്കേണ്ട അവസ്ഥ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, ഇസ്ലാം അനുവദിച്ച ഒരു മന്ത്രിക്കലുണ്ട്. വെള്ളത്തിൽ ഓതിയൂതലാകട്ടെ, തലക്ക് പിടിച്ചോതലാകട്ടെ, ചെവിയിലോതലാകട്ടെ, അല്ലെങ്കിൽ ജിന്നുബാധയുണ്ടായാൽ അതിന്റെ ഇസ്ലാമികമായ ചികിത്സകളാകട്ടെ, കണ്ണീറിന്റെ ചികിത്സയാകട്ടെ, സിഹിറിന്റെ ചികിത്സയാകട്ടെ, അതൊന്നും ഒരു തെറ്റല്ല. അതിനെ ഒന്നും എതിർക്കാൻ നമ്മളെ കൊണ്ട് കഴിയുകയുമില്ല. മറിച്ച് ഈ അനാചാരങ്ങൾ, ഈ അന്ധവിശ്വാസങ്ങൾ തിരിച്ചറിയുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോ നമ്മുടെ ജീവിതത്തിൽ പുണ്യങ്ങൾ പാഴാക്കപ്പെടാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഒന്നാമത്തെ വിശുദ്ധി കർമ്മവിശുദ്ധി, രണ്ടാമത്തെ വിശുദ്ധി വിശ്വാസ രംഗത്തുള്ള വിശുദ്ധി. അടുത്തതായി മൂന്നാമത്തെ വിശുദ്ധി. ഇതൊരു പഞ്ചകർമ്മ പദ്ധതിയാണ്. 5 തരം വിശുദ്ധികളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. മുമ്പാരക്കല്ലേ തുടങ്ങി 1.5 മണിക്കൂർ എൻ്റെ പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ? ഈ വിഷയം എവിടെ പറയുന്നു അവിടെയൊക്കെ മഴയാ, എവിടെ പറഞ്ഞു അവിടെയൊക്കെ മഴ. മാറ്റുവിടലും മഴയായിരുന്നു, അതിനു മുമ്പ് തൊളിക്കോട് അവിടെയും മഴയായിരുന്നു. പിന്നെ ഒരു ധൈര്യമുണ്ടോ? മഴയായതുകൊണ്ട് എന്തായാലും എല്ലാവരും ഒന്നും ഇറങ്ങിപ്പോവില്ല, അതൊരു വലിയ ധൈര്യമാണ്. മഴ എന്തായാലും ഇവിടെ നിന്ന് ഇതങ്ങോട്ട് കേട്ടേക്കാം, അതൊരു വലിയ ധൈര്യമാണ്.
വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. നമുക്ക് മഴ ഒന്ന് കുറഞ്ഞു ഒന്ന് ഒതുങ്ങി അപ്പം വിട്ടേക്കാൻ ഇൻഷാ അല്ലാഹ്. എല്ലാവരും കുടയും കൊണ്ടൊന്നും വന്നിരിക്കുന്നവരല്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ നാം കൈവരിക്കേണ്ടുന്ന മൂന്നാമത്തെ വിശുദ്ധി സാമ്പത്തിക വിശുദ്ധി. സാമ്പത്തിക വിശുദ്ധി സാമ്പത്തിക വിശുദ്ധി പറഞ്ഞപ്പോഴാണ് ബക്കറ്റ് എന്ത് ചെയ്യും? സാധാരണ ബക്കറ്റ് എടുത്താൽ എല്ലാവരും എണ്ണീക്കും. ഇത് മഴയാണ്ട് എന്തായാലും എണ്ണീക്കയില്ല. ആ ബക്കറ്റ് ഒന്ന് എടുത്തോ മക്കളെ. ഇൻഷാ അല്ലാഹ് വേറെ പിരിവൊന്നുമില്ല, ആകെ ബക്കറ്റ് മാത്രമേ ഉള്ളൂ. ഈ ബക്കറ്റുമായി വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടാവില്ലേ, അപ്പൊ പെൺകുട്ടിയുടെ കല്യാണവും കാര്യങ്ങളും ഒക്കെ വളരെ 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 ദാരിദ്ര്യത്തിന്റെ നടുത്തളത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികൾ, നോക്കാൻ ആരുമില്ല. പിതാവ് പണ്ടേ കളഞ്ഞിട്ട് പോയി. ഒരു ഉമ്മയും 2 പെൺകുട്ടികളും ഒരു കടമുറിയിലോ മറ്റോ വാടകയ്ക്ക് കഴിയുകയാണ്. അല്ലാഹു തആല അവർക്ക് സമാധാനം കൊടുക്കുമാറാകട്ടെ. ആ പെൺകുട്ടിയിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹമാണ്. അൽഹംദുലില്ലാഹ്, അറഫ സാധു സംരക്ഷണ സമിതിയുടെ ചെറുപ്പക്കാർ അത് ഏറ്റെടുത്തിരിക്കും. ഇവരും നിങ്ങളിൽ ആരെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടോ? കല്യാണം ഇല്ലേ? കഴിച്ചവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. എന്നിട്ട് അവരും മറ്റുള്ളവരെ കഴിപ്പിക്കാൻ നടക്കുക. അത് മനസ്സാണ്. ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ മുഴുവൻ ചെലവും ഞങ്ങൾ ഏറ്റെടുത്തു, ഫുൾ കാര്യവും നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ആ ചെറുപ്പക്കാര് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ബക്കറ്റ് മുന്നിലേക്ക് വരുന്നത്. നമ്മൾ കുറച്ചു പേരേ ഉള്ളൂ എങ്കിലും നമ്മുടെ മനസ്സാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നോക്കുന്നത്. പടച്ചവന്റെ പൊരുത്തത്തെ കരുതി കർമ്മവിശുദ്ധിയോടെ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തെ കരുതി ഒരാൾ ദാനം ചെയ്താൽ നാളെ അർശിന്റെ തണലിൽ അല്ലാഹു തആല അവരെ ഒരുമിച്ച് ചേർക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ ബക്കറ്റിലേക്ക് കാര്യമായ സംഭാവന ഓരോരുത്തരും എന്നല്ല, എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ ആ വിവാഹത്തിന്റെ സമയവും കാര്യങ്ങളൊക്കെ ഇവരെ അറിയിക്കും. അതിനു മുൻപായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അരപ്പവൻ അല്ലെങ്കിൽ ഒരു പവൻ അല്ലെങ്കിൽ ഒരു 5000 10,000 ഒക്കെ വെച്ച് കൊടുക്കാൻ താല്പര്യപ്പെടുന്നവർ അങ്ങനെയുള്ളവരും അറിയിക്കുക. ഈ ഒരു നന്മയിൽ, ഈ ഒരു മഹത്തായ സംരംഭത്തിൽ നമ്മൾ ഓരോരുത്തരും വലിയ പങ്ക് വഹിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും നന്മയുടെ പക്ഷക്കാരാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യങ്ങൾ പാഴാക്കപ്പെടുവാതിരിക്കാൻ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന മൂന്നാമത്തെ വിശുദ്ധിയാണ് സാമ്പത്തിക വിശുദ്ധി. സാമ്പത്തിക വിശുദ്ധി. സാമ്പത്തിക രംഗത്ത് വിശുദ്ധി കൈവരിക്കാത്ത ആൾ, ഹറാമിലൂടെ പണം സമ്പാദിച്ചവർ, കള്ളത്തരത്തിലൂടെ പണം സമ്പാദിച്ചവർ, പലിശയും ലോട്ടറിയും കൈക്കൂലിയും അഴിമതിയും കരിഞ്ചന്തയും പൂഴ്ത്തിവെക്കും അക്രമവും ചതിയും വഞ്ചനയും ഒക്കെ ഇതിലൂടെ സമ്പത്തിനെ കണ്ടെത്തുന്നവർ, സാമ്പത്തിക രംഗത്തുള്ള വിശുദ്ധി കൈവരിക്കാത്തവർ, അതേ അവർ പുണ്യങ്ങളെ പാഴാക്കപ്പെട്ട പാപികളെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കി തരികയാണ്. ഹബീബായ റസൂൽ സഹാബത്തിന്റെ മുന്നിലിരുന്ന് പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. പടച്ച തമ്പുരാൻ പരമപരിശുദ്ധനാ. ഹബീബായ റസൂല് പറയുന്നു, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു പരമപരിശുദ്ധനാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ, പരിശുദ്ധമായതല്ലാതെ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. ശേഷം അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇന്നല്ലാഹ അമറ ബിഹിൽ മുഅ്മിനീൻ ബിമാ അമറ ബിഹിൽ മുർസലീൻ. അല്ലാഹുവിന്റെ പ്രവാചകന്മാരോട് എന്താണോ പറഞ്ഞത് അത് എല്ലാ വിശ്വാസികളോടും അല്ലാഹു പറയുകയാ. എന്താണ് പ്രവാചകന്മാരോടുള്ള പടച്ചവന്റെ കൽപ്പന? യാ അയ്യുഹർ റസൂലു ഖുലൂ മിനത് ത്വയ്യിബാതി വഅമലു സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. ഏ പ്രവാചകന്മാരെ, നിങ്ങൾ പരിശുദ്ധമായതിനെ ഭക്ഷിക്കുക, ആ പരിശുദ്ധിയോടുകൂടി നന്മകൾ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്താലും അത് നല്ല പോലെ അറിയുന്നവനാണ് ഞാൻ.
അതേ സാമ്പത്തിക രംഗത്തെ വിശുദ്ധികളെ പടച്ചവന് പഠിപ്പിക്കുകയാണ്. സാമ്പത്തിക രംഗത്ത് വിശുദ്ധി കൈവരിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. ഏ വിശ്വാസികളെ, അല്ലാഹുവിനോട് നന്ദിയുള്ളവരാവുക. നിങ്ങൾ പടച്ചവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ പരിശുദ്ധമായത് മാത്രം നിങ്ങൾ തിന്നുക. സാമ്പത്തിക രംഗത്ത് വിശുദ്ധി കൈവരിക്കുക. ശേഷം അല്ലാഹുവിന്റെ റസൂല് പുണ്യങ്ങളെ തേടിയിട്ട് തീർത്ഥയാത്ര നടത്തുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുകയാ. ഒരു മനുഷ്യനെ പറ്റി ഹബീബായ മുത്ത് പറയുകയാ. വിദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യനാ, പുണ്യങ്ങൾ തേടി ദൂരെ യാത്ര ചെയ്യുന്നതായ മനുഷ്യൻ. നാം ഒന്ന് ചിന്തിക്കണം, ഒരു യാത്രക്കാരൻ. ആ യാത്രക്കാരന്റെ പ്രാർത്ഥന പടച്ചവൻ സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ്. ആ മനുഷ്യൻ യാത്ര ചെയ്യുന്ന മനുഷ്യനാണ്, കഠിനമായ യാത്ര ചെയ്യുകയാണ്. യാത്രയുടെ കാഠിന്യത്തിന്റെ മേല് തലയിൽ മുടിയെല്ലാം ജട പിടിച്ചിട്ട് വസ്ത്രങ്ങളിലെല്ലാം പൊടിയും അഴുക്കും പുരണ്ടിട്ട് ദൂരയാത്ര ചെയ്യുന്നതായ പുണ്യങ്ങൾ തേടി പോകുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ പറ്റി ഹബീബായ റസൂല് പറയുകയാണ്. എന്ന് മാത്രമല്ല, ആ മനുഷ്യൻ തന്റെ രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് പടച്ചവന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് ആ മനുഷ്യൻ അല്ലാഹുവിനെ വിളിക്കുകയാണ്. യാ റബ്ബ്, യാ റബ്ബ്, പടച്ചവനേ, എന്റെ നാഥ, എന്റെ രക്ഷിതാവേ, എന്നെ സഹായിക്കണം, സഹായിക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് യാത്ര ചെയ്ത് കഷ്ടപ്പെടുന്ന മനുഷ്യൻ തന്റെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടും പ്രാർത്ഥനകൾ സ്വീകരിക്കാനുള്ള സർവ്വവിധ മാനദണ്ഡങ്ങളുമുള്ള മനുഷ്യനാണ്. പക്ഷേ അയാളുടെ കൈകൾ നീട്ടി അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുമ്പോഴും റസൂലുള്ളാഹി പറയുന്നു, മത്അമുഹു ഹറാം, അയാൾ കഴിക്കുന്നത് ഹറാമിന്റെ ഭക്ഷണമാ. വമശ്റബുഹു ഹറാം, അയാൾ കുടിക്കുന്നത് ഹറാമിന്റെ ഭക്ഷണമാ. വമൽബസുഹു ഹറാം, അയാൾ ധരിക്കുന്നത് ഹറാമിന്റെ വസ്ത്രമാ. ഹറാം തിന്നുന്ന, ഹറാം കുടിക്കുന്ന, ഹറാം ധരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈ ഉയർത്തി ദുആ ചെയ്തിട്ടെന്ത് കാര്യമാ? ഫഖുദിയ ബിൽ ഹറാം, ആ ഹറാമിൽ നിന്ന് മുളപ്പിക്കപ്പെട്ട ശരീരവും കൊണ്ട് പടച്ചവന്റെ ദർബാറിലേക്ക് പോയി ഇരുകൈകളും ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥന നടത്തുന്ന മനുഷ്യൻ. ആ മനുഷ്യനെ പറ്റി റസൂലുള്ളാഹി പറയുന്നു, ഫഅന്നാ യുസ്തജാബു ലഹു, പിന്നെ എങ്ങനെ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കാനാ? പലിശക്കാരന്റെ പ്രാർത്ഥനയല്ല സ്വീകരിക്കില്ല, ലോട്ടറിയുമായി ബന്ധപ്പെടുന്നവരെയല്ല സ്വീകരിക്കില്ല. ഇസ്ലാം നിഷിദ്ധമാക്കിയ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെടുന്നവർ, സാമ്പത്തിക വിശുദ്ധി കൈവരിക്കാത്തവർ, അവരുടെ പ്രാർത്ഥനകളോ പ്രവർത്തനങ്ങളോ അല്ലാഹു സ്വീകരിക്കുകയില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യങ്ങൾ പാഴാക്കപ്പെടുന്നവർ, സാമ്പത്തിക രംഗത്ത് വിശുദ്ധിയില്ല. പലിശക്കാരൻ, പലിശക്കാരൻ, പലിശ വലിയ കുറ്റമാണ്, വലിയ കുറ്റമാണ് പലിശ. പലിശക്കാരൻ ഇന്നെന്താപ്പോ പലിശക്കെതിരെ ശബ്ദിച്ചുകൂടാ. പള്ളിയിലേക്ക് വരുന്ന ഉസ്താദന്മാർക്ക് പോലും കൂച്ചു വിലങ്ങിടങ്ങുന്നു പ്രമാണി വർഗം. പലിശക്കെതിരെ പള്ളിയിൽ ശബ്ദിക്കരുത്, പലിശക്കെതിരെ ശബ്ദിക്കരുത്. കാരണം പ്രമാണിമാരൊക്കെ പലിശക്കാരാ, മിമ്പർ പണിഞ്ഞു തന്നേക്കുന്ന പലിശക്കാരനാ, പള്ളിക്ക് വലിയ ആകാശം മുട്ടയുള്ള മുനാറും പണിഞ്ഞത് പലിശക്കാരനാ, മൈക്ക് വാങ്ങിച്ചു തന്നത് പലിശക്കാരനാ. അതിലും ഒക്കെ അപ്പുറം കമ്മിറ്റി പോലും ഉണ്ട് 2-3 പലിശക്കാര്. അങ്ങനെ അപ്പോ കമ്മിറ്റിയിൽ പോലും ഉണ്ട് പലിശക്കാര്. സമൂഹത്തിന്റെ അവസ്ഥ, പലിശക്കെതിരെ മിണ്ടരുത്. ഹദീസുകൾ പറയാൻ പാടില്ല. പലിശയ്ക്ക് പലതരം കവാടങ്ങളുണ്ട്. അതിലേറ്റവും താഴ്ന്നത്തെ കവാടം സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചതുപോലെ എന്ന് മുഹമ്മദ് മുസ്തഫ. പലിശയുടെ പല കവാടങ്ങൾ, അതിലേറ്റവും താഴത്തത് ഉമ്മയെ വ്യഭിചരിച്ചതുപോലെ. അല്ലോ ഹാലൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ അങ്ങ് പറയാവോ? അങ്ങനെയൊക്കെ അങ്ങ് പറയാവോ?
റസൂലുള്ള പറഞ്ഞു ഇന്നർ റജുല യുസീബു ദിർഹമൻ മിനർ റിബാ, പലിശയിലൂടെ ഒരു രൂപയെങ്കിലും സമ്പാദിച്ചവനുണ്ടെങ്കിൽ അഅലമു ഇൻദല്ലാഹി ഫിൽ ഖതീഅതി മിൻ 36 സനിയതൻ യസ്നിഹർ റജുലു, 36 പുരുഷന്മാരുമായി വ്യഭിചാര ബന്ധത്തിൽ ഏർപ്പെട്ട വേശ്യപ്പെണ്ണിനെക്കാളും മോശക്കാരനാണ് 1 രൂപ പലിശയിലൂടെ സമ്പാദിച്ചവനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശ വലിയ കുറ്റമാ, പലിശ വലിയ കുറ്റമാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് പലിശ ആകിലുഹു വമുകിലുഹു വകാതിബുഹു ബിസാഹിദൈ, പലിശ കൊടുക്കുന്നവൻ, വാങ്ങുന്നവൻ, സാക്ഷി നിൽക്കുന്നവൻ, എഴുതുന്നവൻ എല്ലാവരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. കുല്ലുഹും ഫിന്നാർ, എല്ലാ ആളുകളും നരകത്തിന്റെ വക്താക്കളാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇത്രയും അപകടമാണ് പലിശ. ഈ പലിശയിലൂടെ സമ്പാദിച്ചവൻ അവന്റെ നിസ്കാരം, നോമ്പ്, പ്രാർത്ഥന, പുണ്യകർമ്മങ്ങൾ എല്ലാം പാഴാക്കപ്പെട്ടു, എല്ലാം പാഴാക്കപ്പെട്ടു. അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും ശത്രുക്കളാണ് പലിശക്കാർ. പള്ളിയിൽ ഉസ്താദന്മാരുടെ ശത്രുക്കളല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉസ്താദിനോട് ശത്രുത പ്രഖ്യാപിക്കാം, വേണമെങ്കിൽ പള്ളിയിൽ ഉസ്താദിനെ നിങ്ങൾക്ക് പുറത്താക്കാം, നോട്ടീസൊക്കെ അടിച്ചിറക്കാം, എന്തെങ്കിലുമൊക്കെ കള്ളത്തിലൊക്കെ പറഞ്ഞൊപ്പിക്കാം. പക്ഷേ പലിശയുമായി ബന്ധപ്പെട്ടവരെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫഇല്ലം തഫ്അലു, പലിശ ഇടപാട് നിർത്താൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ അല്ലാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നുമുള്ള യുദ്ധപ്രഖ്യാപനത്തെ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. അള്ളാഹുവിന്റെ ശത്രുക്കളാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രുക്കളാണ് പലിശക്കാരെന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ പലിശയിലൂടെ പണം ഉണ്ടാക്കിയോ സർവ്വസാധാരണമായില്ലേ? ഗൾഫിൽ പോയി മകന് വിസ വേണം, പലിശക്കാരന്റെ അടുക്കലേക്ക് പോകും. കല്യാണമാണോ, പലിശക്കാരന്റെ അടുക്കലേക്ക് പോകും. പലിശ ഇങ്ങനെ സർവസാധാരണമായി എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു പലിശ. പലിശ മാത്രമല്ല, ലോട്ടറിയുമായി ബന്ധപ്പെടുന്നവർ, ചൂതാട്ടം, ലോട്ടറി ടിക്കറ്റ്. പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ രാവിലെ കാത്തിരിക്കുക മാതൃഭൂമി പത്രം വരാൻ ചുരണ്ടാനായിട്ടേ. ഒരു പട്ടുസാരിയെങ്കിലും ഒരു ബ്ലൗസിന്റെ കഷണമെങ്കിലും കിട്ടുമോ പടച്ചോനെ? മലയാള മനോരമയും പല്ല് തേക്കുന്നതിന് മുമ്പേ വന്ന് പേപ്പറിനകത്തിട്ട് തേക്കുക. ഓ പടച്ചോനെ, എന്തെങ്കിലും ഒന്ന് കിട്ടുമോ, അരപ്പവനെങ്കിലും കിട്ടുമോ പടച്ചോനെ? ഇതറിയാൻ വേണ്ടിട്ട് ചൂതാട്ടമാ. ലോട്ടറി ടിക്കറ്റ് എടുക്കലും കൊടുക്കലും ഒന്നും വിഷയമല്ലല്ലോ. അപ്പൊ ബിസ്മില്ലാ ലോട്ടറി കടയുടെ പേരാ. ലോട്ടറിക്കാരൻ കാറിൽ ഇങ്ങനെ കച്ചവടം ചെയ്യാ. കാറിന്റെ പുറകിൽ മാഷാ അല്ലാഹ്, കാറിന്റെ മുമ്പിൽ ഹാദാ മിൻ ഫളിൽ റബ്ബി, എന്റെ പടച്ചവന്റെ ഔദാര്യമാണിതെന്ന്. ചെയ്യുന്നത് ലോട്ടറി. പ്രശ്നമാണ്, അപകടമാണ്. നിസ്കാരക്കാര് പോലും ലോട്ടറി എടുത്തിട്ട് പള്ളിയിൽ വന്നു വരുന്നില്ലേ? സുബൈ നിസ്കാരം കഴിഞ്ഞു വരുന്ന ഇങ്ങനെ ദുആ ചെയ്യും, അല്ലാഹുവേ പോക്കറ്റിലിരിക്കുന്ന ഓണം ബമ്പറിന് അടിക്കണേ പടച്ചോനെ ഒന്നും അറിയാതെ തൊട്ടടുത്ത ചായക്കടയിൽ പോവും. പത്രമൊക്കെ തുറന്ന് ഇങ്ങനെ വായിച്ച് മറിച്ച് ഇങ്ങനെ നോക്കി പതുക്കെ പോക്കറ്റിൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഓരോ അക്കവും ഇങ്ങനെ നോക്കുക. അപകടവാ. അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സഹാബാക്കളും കഠിന കുറ്റമെന്നുള്ള നിലയിലാണ് പലിശയെയും ലോട്ടറിയെയും കണ്ടിട്ടുള്ളതെങ്കിൽ അറിയുമോ, ലോട്ടറിയുമായി ബന്ധപ്പെടുന്നവരെ പറ്റിയിട്ട് സഹാബത്ത് പറയുന്നതെന്താ? ഏതെങ്കിലും ഒരു മനുഷ്യൻ ലോട്ടറിയും ചൂതാട്ടവുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ എന്നിട്ട് പള്ളിയിലേക്ക് വന്ന് കൃത്യമായി നിസ്കരിക്കുന്നവരാണെങ്കിൽ, ലോട്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് നിസ്കാരവും കൃത്യമായി മുറുകെ പിടിക്കുന്നവർ, എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹം അവരെ നോക്കി കാണുന്നതെന്നറിയുമോ? ഹബീബായ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബാക്കൾ പറയുകയാ, അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ഉപമ അവനെ ഞങ്ങൾ എങ്ങനെയാ പരിഗണിക്കുന്നത്? കമസലി റജുലിൻ യതവല്ലഉ ബിൽ ഖൈഹി വലഹമിൽ ഖിൻസീർ,
ലോകത്തെ ഏറ്റവും നിന്ദ്യവും നികൃഷ്ടവുമായ ജീവിയായ പന്നി, സ്വന്തം മലം മൂത്രം പോലും തിന്ന് വിഷപ്പടക്കുന്ന പന്നി, ഏറ്റവും വൃത്തികെട്ട ജന്തുവായ പന്നി, ഈ പന്നിയുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന ദുർഗന്ധം വമിക്കുന്ന ചലവും ചീഞ്ചലവുമെല്ലാം തന്റെ കൈകളിൽ ശേഖരിച്ചിട്ട് ആ പന്നിയുടെ ശരീരത്തിലെ രക്തവും ചലവും കൊണ്ട് വളുവെടുത്ത മനുഷ്യൻ അതുകൊണ്ട് തന്റെ മുഖം കഴുകി, അതുകൊണ്ട് തന്റെ കൈകൾ കഴുകി, അതുകൊണ്ട് തല തടകി, അതുകൊണ്ട് കാല് കഴുകിയിട്ട് ഒരാള് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നാൽ എത്രത്തോളം അയാളിൽ നിന്ന് നാം ദൂരം പാലിക്കുമോ അതുപോലെയാ ലോട്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് നിസ്കരിക്കുന്നവരോട് ഞങ്ങൾ ദൂരം പാലിക്കുന്നതെന്ന് മഹത്തുക്കളായ സഹാബത്ത് പറയുകയാ. ചൂതാട്ടവുമായി ബന്ധപ്പെട്ട് ചീട്ടുകളൊക്കെ ഉണ്ട്, പഞ്ചീസലുണ്ട്, ലോട്ടറി എടുക്കലുണ്ട്, കൃത്യമായ നിസ്കാരമുണ്ട്. എന്ത് സാലിഹത്തായ ചീട്ടുകളിക്കാരനാ! നിസ്കാരമുണ്ട്. സഹാബത്ത് പറയാ, ഇങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ പരിഗണിച്ചത് ഒരാള് പന്നിയുടെ ശരീരത്തിലെ ഈ ദ്രാവകങ്ങൾ എടുത്ത് ഒതു ചെയ്ത് പള്ളിയിലേക്ക് വന്ന അവന്റെ അടുത്തു പോലും നമ്മൾ പോവില്ല, സഹകരിക്കാൻ പോലും തയ്യാറാവില്ല. ലോട്ടറി എടുത്തിട്ട് നിസ്കരിക്കാൻ വരുന്നവരുടെ ഉദാഹരണം ഇതാണ്. അവരുടെ ഉപമ ഇങ്ങനെയാണ്. അവരോടെടുക്കേണ്ടുന്ന നിലപാടുകൾ ഇങ്ങനെയാണ്. ഒരാള് ലോട്ടറിയുമായി ബന്ധപ്പെട്ടു, കുറച്ച് പണമൊക്കെ കിട്ടി. എന്താ അവന്റെ കാര്യം? അവന്റെ വിഷയത്തിൽ ഇസ്ലാമിന്റെ തീരുമാനം എന്താ? അവൻ പച്ച പന്നി ഇറച്ചി തിന്നവനാണ്, ചൂതാട്ടത്തിലൂടെ പണം ഉണ്ടാക്കിയവൻ. എന്നാലോ സാമ്പത്തിക നേട്ടം ഇന്ന് വരെ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് 5 രൂപ പോലും അടിച്ചിട്ടില്ല. എങ്കിൽ പോലും പന്നിയുടെ കൊഴുപ്പ് കൊണ്ട് എണ്ണയുണ്ടാക്കി അത് ശരീരത്തെ തേച്ചുകൊണ്ട് നടക്കുന്നവനെ പോലെയാണവൻ. സാമ്പത്തിക വിശുദ്ധി ഉണ്ടാകണം, സാമ്പത്തിക രംഗത്ത് വിശുദ്ധി കൈവരിക്കാൻ സാധിക്കണം. പൊതുജനത്തെ പറ്റിക്കുക, വഞ്ചിക്കുക, കൈക്കൂലി, അഴിമതി നടത്തുക. അഴിമതിക്കാരന്റെ അഴിമതി സമ്പത്തുമായി അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കുകയും അത് മുഴുവനും അവന്റെ ശരീരത്തെ ബന്ധിപ്പിച്ച് വലിയ ഭാരം ചുമത്തി നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. കൈക്കൂലിക്കാരൻ പൊതുജനത്തിന് സേവനം ചെയ്തു കൊടുക്കേണ്ടതിന് കൈക്കൂലി വാങ്ങുന്നവൻ നാളെ അള്ളാന്റെ കോടതിയിൽ വന്നാൽ അവന്റെ ഇടത് കൈയും വലത് കൈയും ചേർത്ത് കെട്ടിക്കെട്ട് നരകത്തിന്റെ ഒരു ഭാഗത്തേക്ക് വലിച്ചെറിയും. 500 വർഷം കഴിഞ്ഞാലും അതിന്റെ അടിയിലേക്ക് അവനെത്തൂല. അത്രയും ആഴമുള്ള ഭാഗത്തേക്കാണ് ഒരു കൈക്കൂലിക്കാരനെ അള്ളാഹ് വലിച്ചെറിയുന്നത്. അതുകൊണ്ട് സാമ്പത്തിക രംഗത്തുള്ള വിശുദ്ധി വലിയൊരു വിഷയമാണ്. പലിശയും ലോട്ടറിയും കൈക്കൂലിയും കരിഞ്ചന്തയും അൽ മുഫ്തക്കിറു മൽഊൻ, പൂഴ്ത്തിവെക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. പൊതുജനത്തിന് ആവശ്യമുള്ള സമയത്ത് ഈ സാധന സാമഗ്രികളൊക്കെ ഇവൻ പൂഴ്ത്തിവെക്കും, എന്നിട്ട് വില കൂടുന്ന സമയത്ത് പുറത്തെടുക്കും. ശപിക്കപ്പെട്ടവനാണവൻ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ കച്ചവട സാമ്പത്തിക രംഗങ്ങളിലൊക്കെ വിശുദ്ധി കൈവരിച്ച് സംശുദ്ധിയോടുകൂടി പുണ്യങ്ങൾ ചെയ്യുവിൻ, അത് പ്രതിഫലം നൽകപ്പെടും. ഇല്ലെങ്കിൽ പുണ്യങ്ങൾ പാഴാക്കപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മൂന്നാമത്തെ വിശുദ്ധി സാമ്പത്തിക വിശുദ്ധി. നാലാമത്തെ വിശുദ്ധി കുടുംബ രംഗത്തുള്ള വിശുദ്ധി. ഈ നിസ്കാരക്കാരൻ നാട്ടിൽ അറിയപ്പെട്ട വലിയ ദീനിയായ ആബിദായ മനുഷ്യനാണ്. സുബൈക്ക് ആദ്യം പള്ളിയിലെത്തുന്ന ആജിയാര, സാധനം അതിനെ വിളിച്ചോണത്തുന്ന ആജിയാര. വലിയ എല്ലാവർക്കും വലിയ താല്പര്യവും വലിയ സ്ഥാനവും മാനവും മഹത്വമുള്ള ആളാ. പക്ഷേ കുടുംബക്കാരോട് നല്ല ബന്ധം പുലർത്തുന്നില്ല എങ്കിൽ ഇതൊന്നും അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടൂല. വലിയ നിസ്കാരക്കാരും നോമ്പുകാരും ചേട്ടനോട് വഴക്ക്, അനിയനോട് വഴക്ക്, കൊച്ചാപ്പയോട് വഴക്ക്, മൂത്താപ്പയോട് വഴക്ക്,
കുടുംബ ബന്ധങ്ങളിൽ സൂക്ഷ്മതയില്ല. സഹോദരിമാര് ശ്രദ്ധിച്ച് കേൾക്കേണ്ട വിഷയം, നിസാര വിഷയത്തിന് ആ പിണക്കം. കല്യാണത്തിന് വിളിച്ചപ്പോ കുറച്ച് താമസിച്ചു പോയി, അതാ പ്രശ്നം. മരണ വീട്ടിൽ വെച്ച് കണ്ടിട്ട് പോലും അവൻ എന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചില്ല. മരിപ്പൂട്ടിയെ കണ്ടാലും ചിരിക്കണം ചില ആളുകൾക്ക്. അല്ലോ, ചിലർക്ക് ചിരിച്ചാ പിണക്കം, ചിലർക്ക് ചിരിച്ചില്ലേ പിണക്കം. ചിരിച്ചാ അവൻ എന്നെ കളിയാക്കി ചിരിച്ചു, ചിരിച്ചില്ലെങ്കിൽ അവനൊന്നും ചിരിച്ച പോലും ഇല്ല. ഇങ്ങനെ ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ കുടുംബ പിണക്കം. കുടുംബക്കാരോട് ബന്ധുത്വത്തെ മുറിക്കുന്നവർ എത്ര വലിയ ഇബാദത്തുകാരെന്ന് പറഞ്ഞാലും ഒരു രക്ഷയുമില്ല. ബന്ധുത്വത്തെ മുറിച്ചു കളയുന്നവർ, ബന്ധുക്കളോട് നല്ല നിലയിൽ പെരുമാറാത്തവർ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഇന്ന അഅമാല ബനി ആദം, മനുഷ്യ മക്കൾ ചെയ്യുന്നതായ സൽക്കർമ്മങ്ങളൊക്കെ പടച്ചവന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുകയാ. എവിടെയാ? വെള്ളിയാഴ്ച രാവിന്റെ ദിവസത്തില്, വ്യാഴാഴ്ച മഗ്രിബ് കഴിഞ്ഞുള്ള നിമിഷങ്ങളില് ഓരോ മനുഷ്യരും ചെയ്യുന്ന പുണ്യകർമ്മങ്ങളെ പടച്ചവന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുകയാ. പക്ഷേ ഈ പുണ്യകർമ്മങ്ങളൊക്കെ ഹാജരാക്കപ്പെട്ടാലും ഫലം ആ സന്ദർഭങ്ങളില് ഹബീബായ റസൂൽ പറയുകയാ, കുടുംബ ബന്ധം മുറിച്ചവരുടെ പുണ്യങ്ങളെ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. കുടുംബ ബന്ധം മുറിച്ചവരുടെ പുണ്യങ്ങളെ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വലിയ സഹാബിയാണ്, ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്ത സഹാബിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ദീനീ പ്രഭാഷണം നടക്കാൻ പോവുകയാ. ഒരു വെള്ളിയാഴ്ച രാവിന്റെ ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ദീനീ സദസ്സ്, ഒരുപാട് ആളുകൾ വന്ന ആ സദസ്സിൽ ഇങ്ങനെ തടിച്ചുകൂടെ കാത്തിരിക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദീനീ നസീഹത്ത് നടത്താൻ സദസ്സിലേക്ക് വന്നു. സദസ്സിലേക്ക്, വേദിയിലേക്ക് കടന്നിട്ട് ആദ്യമായ സദസ്സിനെ നോക്കി മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉഖ്റുജു അലാ കുല്ലി ഖാതിഉ റഹീം. കുടുംബ ബന്ധം മുറിച്ചവരെ, ആ കുടുംബ ബന്ധം മുറിച്ചവരാരെങ്കിലും ഉണ്ടോ? ഈ സദസ്സിൽ നിന്ന് പുറത്തു പോവുക. കുടുംബ ബന്ധം മുറിച്ചവരെന്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണം. ഒരാളും ചലിച്ചില്ല, എല്ലാവരും നിശബ്ദതയിലാണ്. വീണ്ടും രണ്ടാമത് പറഞ്ഞു, ഖുർജു അലാ കുല്ലി ഖാതിഉ റഹീം. കുടുംബ ബന്ധം മുറിച്ചവരെ, ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയിക്കൊള്ളണം ഇപ്പോൾ തന്നെ. രണ്ടാമതുമാർക്കും മിണ്ടാട്ടമില്ല, നിശബ്ദതയിലാണ്. മൂന്നാമതും ഇതേ ആവശ്യം പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേൽക്കുകയാ. വർഷങ്ങളോളം പിണങ്ങിക്കഴിഞ്ഞ തന്റെ ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈപിടിച്ച് പൊരുത്തം ചോദിച്ചു. ആ ഉമ്മ ചോദിച്ചു, പൊന്നുമോനെ, ഇത്രയും നാളിങ്ങനെ ഒരു മനസ്സ് വന്നില്ല, ഇപ്പൊ നീ വന്നിട്ട് പൊരുത്തം ചോദിച്ചതെന്തിനാ? ആ മകൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ, ഇതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലിരുന്നപ്പോൾ ആദ്യം തന്നെ സദസ്സിലേക്ക് വന്ന് കുടുംബ ബന്ധം മുറിച്ചവരൊക്കെ എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞു. 3 തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റ് വന്നത്. ആ ഉമ്മ പറഞ്ഞു, മോനെ, പോയി ചോദിക്കുക എന്തുകൊണ്ടാ ഇങ്ങനെ ചെയ്തതെന്ന്. ആ ചെറുപ്പക്കാരൻ പോയി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക്, എന്നിട്ട് ചോദിച്ചു, അബൂ ഹുറൈറ തങ്ങളെ, എന്തിനാ ഒരു ദീനീ സദസ്സിൽ നിന്നും എന്നെ എഴുന്നേൽപ്പിച്ചു വെച്ചത്? കള്ളുകുടിയന്മാർ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞില്ല, വ്യഭിചാരികൾ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞില്ല, മറ്റേതെങ്കിലും തെറ്റ് ചെയ്യുന്നവർ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞില്ല. കുടുംബ ബന്ധം മുറിച്ചവര് മാത്രം എഴുന്നേക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാ? മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ മുത്തു റസൂൽ പഠിപ്പിച്ചത് ഞാൻ കേട്ടിട്ടുള്ളതാ. അതെ, ഏതെങ്കിലും ഒരു ആളുകളുടെ കൂട്ടത്തില്, ഏതെങ്കിലും ഒരാളുകളോടൊപ്പം കുടുംബ ബന്ധം മുറിക്കുന്നവനുണ്ടോ? കുടുംബ ബന്ധം മുറിച്ച ആളുകളുടെ അമലുകള് പടച്ച തമ്പുരാൻ സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് അബൂ ഹുറൈറയുടെ ദീനീ സദസ്സില് കുടുംബ ബന്ധം മുറിച്ചവനായും നീ കടന്നുപോയാൽ ഈ സദസ്സിനെ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. മഹാനായ മുത്തലി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധം മുറിച്ചവരുള്ള സദസ്സ്. ഞാൻ ഈ സദസ്സിൽ വരുന്നതിന് മുമ്പ് ആദ്യമായി കുടുംബ ബന്ധം മുറിച്ചവരുണ്ടൊക്കെ ഇറങ്ങിപ്പോണം, ഇവിടെ വേണ്ട. ഭാര്യയുടെ കുടുംബക്കാരോട്, ഭർത്താവിന്റെ കുടുംബക്കാരോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, സഹോദരങ്ങളുടെ മക്കളോട് പിണങ്ങിക്കഴിയുന്നവരുണ്ടോ എഴുന്നേറ്റ് പോകണം. കാരണം ഈ സദസ്സിന്റെ പുണ്യം പോലും അവർ കാരണം തടയപ്പെടും. ഒരു ഇൽമിന്റെ സദസ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സദസ് എന്ന് പറഞ്ഞാൽ മലക്കുകൾ വലയം ചെയ്യപ്പെടും. അള്ളാഹുവിന്റെ അടുക്കൽ ഈ സദസ്സിനെ പറ്റി ചർച്ച ചെയ്യപ്പെടും. ഈ സദസ്സിലിരിക്കുന്നവർക്ക് സ്വർഗം കൊണ്ട് അള്ളാഹു വാഗ്ദാനം ചെയ്യും. അള്ളാഹു നരകമോചനം കൊണ്ട് അവർക്ക് ഉറപ്പ് തരും. ഇത് ഒരു ദിക്റിന്റെ ഇൽമിന്റെ സദസ്സിന്റെ മഹത്വമാണെങ്കിൽ, ഇങ്ങനെ ഒരു സദസ്സിൽ കുടുംബക്കാരോട് പിണങ്ങിയ, ബന്ധുത്വം മുറിച്ചു കളഞ്ഞ ആരെങ്കിലും വന്നിരുന്നാൽ ഹബീബായ റസൂല് പറയുന്നു, ഇന്നർ റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹി ഖാതിഉ റഹിം. കുടുംബ ബന്ധം മുറിച്ചവരുള്ള സദസ്സിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കാരുണ്യം വർഷിപ്പിക്കപ്പെടുന്നതല്ല. കുടുംബ ബന്ധം മുറിച്ചവർ കുടുംബ ബന്ധം മുറിച്ചവൻ എത്ര വലിയ നന്മകൾ ചെയ്തവനെന്ന് പറഞ്ഞാലും അവന് സ്വർഗം കിട്ടില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കുടുംബരംഗത്തെ നമ്മുടെ വിശുദ്ധി, കുടുംബരംഗത്തെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചോളൂ. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. അവസാനമായി സാമൂഹിക രംഗത്തുള്ള വിശുദ്ധി, സാമൂഹിക രംഗത്തുള്ള വിശുദ്ധി, പൊതുജനവുമായി ഇടപഴകുമ്പോഴുള്ള വിശുദ്ധി. ഈ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പറ്റിയില്ല എങ്കിൽ നന്മകൾ സ്വീകരിക്കപ്പെടില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബാക്കൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഒരു പെണ്ണുണ്ട്, പല ദിവസവും അവൾ പകലിൽ സുന്നത്ത് നോമ്പ് പിടിക്കുന്നവളാണ്, പലപ്പോഴും രാത്രി മണിക്കൂറുകളോളം നിന്ന് നിസ്കരിക്കുന്നവളാണവൾ, ഒരുപാട് സ്വതക്കകൾ ചെയ്യുന്നവളാണവർ. പക്ഷേ അവളുടെ നാവ് അടങ്ങിയിരിക്കൂല. അയൽക്കാരെയും മറ്റുള്ളവരെയൊക്കെ നാവ് കൊണ്ട് വേദനിപ്പിക്കുന്നവളാണവർ. റസൂലുള്ള പറഞ്ഞു, അവളുടെ നന്മ കൊണ്ട് ഒരു കാര്യമില്ല, അവളും നരകത്തിലാണ്. പൊതുസമൂഹവുമായുള്ള ഇടപെടലുണ്ട്. വാശിയും വൈരാഗ്യവും പിണക്കവുമായി കഴിഞ്ഞാൽ, തന്റെ ഒരു മുസ്ലിമായ സഹോദരനോട് വഴക്കടിച്ചു കഴിഞ്ഞാൽ, സ്നേഹബന്ധങ്ങളില്ലാതെ കഴിഞ്ഞാൽ, പിണങ്ങിക്കൊണ്ട് യാതൊരുവിധ ബന്ധവുമില്ലാതെ കഴിഞ്ഞു പോയാൽ, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇസ്നൈനി വ യൗമൽ ഖമീസ്. ഓരോ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പടച്ച തമ്പുരാൻ സ്വർഗം തുറക്കുകയാണ്. അതേ തിങ്കളാഴ്ച ദിവസം അല്ലാഹു സ്വർഗം തുറക്കുകയാ. നാളെ തിങ്കളാഴ്ചയുടെ ദിവസമാണ്. വ്യാഴാഴ്ച അല്ലാഹു സ്വർഗം തുറക്കുകയാ. ഈ സ്വർഗീയ കവാടങ്ങളെ തുറന്നിട്ട് കൊടുത്തിട്ട് പടച്ച തമ്പുരാൻ ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ. അല്ലാഹുവിൽ ശിർക്ക് വെക്കാത്ത, പടച്ചവരുടെ പങ്കു ചേർക്കാത്ത മുഴുവൻ ആളുകൾക്കും പടച്ച തമ്പുരാൻ പാപമോചനം കൊടുക്കുമെങ്കിൽ പോലും ഇല്ലാ റജുലുൻ കാന ബൈനഹു വ ബൈന അഖീഹി ശഹ്നാ. എന്നാൽ തന്റെ ഒരു സഹോദരനോട് പിണങ്ങി കഴിയുന്നവനുണ്ടോ, അത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലും സംഘടനാ പക്ഷപാതിത്വത്തിന്റെ പേരിലായാലും, തന്റെ ഒരു സഹോദരനോട് പിണങ്ങി കഴിയുന്ന ഒരു മുസ്ലിം, അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നതല്ല. അവന്റെ അമലുകളോ പാപമോചനമോ പടച്ചവൻ ആവശ്യമില്ല. മലക്കുകളോട് അല്ലാഹു തആല പറയുമത്രേ, അൻറുഹാദൈനി ഹത്താ യസ്തലിഹാ, അൻറുഹാദൈനി ഹത്താ യസ്തലിഹാ. ഈ മലക്കുകളെ, നിങ്ങൾ ഇവരെ വീക്ഷിക്കുക, ഇവരുടെ പിണക്കം മാറുന്നുണ്ടോ എന്ന് നോക്കുക. അത് മാറിയിട്ടല്ലാതെ സ്വീകരിക്കേണ്ടുന്നതില്ല. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വരുമത്രേ, പുണ്യങ്ങൾ പാഴാക്കപ്പെടുന്നവർ, പരസ്പരം പിണങ്ങിക്കഴിയുന്നവർ, പരസ്പരം വാശിയിലും വൈരാഗ്യത്തിലും കഴിഞ്ഞുകൂടുന്നവർ, സംഘടനാ പക്ഷപാതിത്വത്തിന്റെ പേരിൽ പിണങ്ങിക്കഴിയുന്നവർ, ഏതെങ്കിലും രണ്ട് മുസ്ലിമുകൾക്കിടയിൽ പിണങ്ങിക്കഴിഞ്ഞിട്ട് 3 ദിവസത്തിനുള്ളിൽ ആ പിണക്കം പരിഹരിക്കും
പരിഹരിക്കപ്പെടാതെ അവരിൽ ആരെങ്കിലും മരിച്ചു പോകുന്ന അവസ്ഥ വന്നാൽ അവര് നരകത്തിന്റെ അവകാശി എന്ന് മുഹമ്മദ് മുസ്തഫ. തമ്മിലുള്ള പിണക്കത്തിന്റെ പേരിൽ നരകത്തിലേക്ക് പോകണോ? പുണ്യങ്ങളെ പാഴാക്കി കളയണോ? ഈ പിണക്കവും വഴക്കം ഇനിയെങ്കിലും എന്ന് അവസാനിപ്പിച്ചുകൂടി. എത്രയോ പ്രശ്നങ്ങളിലൂടെയാ സമൂഹം മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെ സങ്കീർണതകളിലൂടെയാ ഇസ്ലാമിക സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അബ്ദുൽ നാസർ മഅദനി ഉൾപ്പെടെ, മാറാത്ത ചെറുപ്പക്കാർ ഉൾപ്പെടെ, മൂവാറ്റുപുഴയിലെ ചെറുപ്പക്കാർ ഉൾപ്പെടെ എത്രയോ നിരപരാധികൾ എന്ന ജയിലറകൾക്കുള്ളിൽ കിടക്കുമ്പോൾ ഏറ്റവും അവസാനം മലപ്പുറം ജില്ലയിൽ നിന്ന് ഷാഹിന എന്ന ഒരു പാവപ്പെട്ട സഹോദരിയെയും കൊണ്ടുപോയില്ലേ? അവരുടെ ഭർത്താവ് ഒരു കുറ്റവാളി എന്ന പേര് പറഞ്ഞിട്ട് കുറ്റം തെളിയിക്കപ്പെട്ടെങ്കിൽ, കൃത്യമായ തെളിവുകളോടുകൂടി തെളിയിക്കപ്പെട്ടെങ്കിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടട്ടെ, ശിക്ഷിക്കപ്പെടട്ടെ. എന്നാൽ ഇന്നുവരെയും കൃത്യമായ തെളിവുകളോടുകൂടി ആ കുറ്റകൃത്യത്തിന്റെ പേരിൽ ആ സഹോദരിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയില്ലേ? ആ സഹോദരിയെ റിമാൻഡ് ചെയ്തില്ലേ? നാളിന്നുവരെയും പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെയും പ്രഭാഷകന്മാരെയും പണ്ഡിതന്മാരെയും മാത്രം നോട്ടം വെച്ചെങ്കിൽ പാവപ്പെട്ട പെണ്ണിനെ പോലും പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ വന്നെങ്കിൽ ഒന്ന് വിതുമ്പിക്കരയാൻ പോലും തയ്യാറാകാതെ ആദർശധീരതയോടുകൂടി കടന്നുപോയ ആ സഹോദരിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനെങ്കിലും ഇനിയെങ്കിലും ഈ വഴക്കൊന്ന് അവസാനിപ്പിച്ചുകൂടെ മുസ്ലിമേ? ഹാദിയയ്ക്ക് വേണ്ടി ഒന്നൊന്നു ചേരാൻ, ആയിഷയ്ക്ക് വേണ്ടി ഒന്നൊന്നു ചേരാൻ. വിശുദ്ധ റമളാൻ നമ്മൾ കണ്ടില്ലേ? മൊബൈലിലൂടെ സന്ദീപ് എന്നൊരു ചെറുപ്പക്കാരന്റെ നിലവിളി നമ്മൾ കേട്ടില്ലേ? അവന് വേണ്ടിയിട്ടെങ്കിലും ഒന്നൊന്നു ചേരാൻ, കഷ്ടപ്പെടുന്ന മുസ്ലിം സമൂഹത്തോടൊപ്പം ഒന്നൊന്നു ചേരാൻ, സഹോദര്യത്തിന്റെ സന്ദേശം ഉയർത്താൻ, തമ്മിലുള്ള പഠന പിണക്കങ്ങൾക്ക് പര്യവസാനം കുറിച്ചിട്ട് പരസ്പര സഹോദര്യത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശങ്ങൾ പകർത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയാതെ പോകുന്നതെന്ത്? ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫാ കഅന്നഹും ബുൻയാനും മർസൂസ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു കെട്ടുറപ്പുള്ള കെട്ടിടത്തെ പോലെ ഒറ്റ വരിയിൽ അണിനിരന്നു നിന്ന് പോരാടുന്നവരെയാണ് അല്ലാഹുവിന് ഇഷ്ടമെന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ ഇസ്ലാം പഠിപ്പിച്ച സാഹോദര്യത്തിന്റെ സന്ദേശങ്ങളെ മറന്നു പോവുകയാണോ? ഒരാഗോള സാഹോദര്യത്തിന്റെ സന്ദേശമല്ലേ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതെന്താ? മുസ്ലിം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിക ലോകം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ശരീരത്തെ പോലെയാ. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള മുസ്ലിമിനെ വേദനിച്ചാൽ അത് ലോകത്തിന്റെ മുഴുവനും വേദനയല്ലേ? ബർമയിലെ മ്യാൻമറിലെ അറാഖാനിലെ പാവപ്പെട്ട മുസ്ലിമില്ലേ? ബുദ്ധഭീകരന്മാർ കയറിയിറങ്ങി നരനായാട്ട് നടത്തിയിട്ട് നാൽക്കാലി മൃഗങ്ങളുടെ വില പോലും കൊടുത്തിട്ടില്ലാതെ തെരുവോരങ്ങളിൽ മുറിച്ചേറിയ കോടാലുകൾ കൊണ്ട് അതിക്രൂരമായി അവയവങ്ങൾ വെട്ടി മാറ്റി മുറിക്കപ്പെട്ട് ജീവന് വേണ്ടി ഇഞ്ചിഞ്ചായി വേദന അനുഭവിച്ചുകൊണ്ട് പിടഞ്ഞു മരിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിമുകളെ, അറാഖാനിലെ മുസ്ലിമുകളെ എനിക്കും നിങ്ങൾക്കും എന്നോർക്കാനും അവർക്ക് വേണ്ടി ഒന്ന് കണ്ണീരെടുക്കാനും അവരുടെ പേരിലെങ്കിലും നയിക്കപ്പെടാനും ഇന്നും മുസ്ലിം ലോകത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? വിശുദ്ധമായ ഖുർആൻ മാറോടണച്ചുകൊണ്ട് അതേ മദ്രസയിലേക്ക് കടന്നുപോയ പൊന്നുമോനല്ലേ? തൊപ്പി ധരിച്ച പൊന്നുമോൻ, വിശുദ്ധ ഖുർആൻ മാറോടണച്ച പൊന്നുമോൻ. ആ പൊന്നുമോനെ പോലും മ്യാൻമറിലെ ഇരുകാലി ജന്തുക്കളായ പട്ടാളക്കാര് പിടിച്ചു നിർത്തി അവന്റെ തലയോട്ടിയിലേക്ക് തോക്ക് ചേർത്ത് വെച്ച് കാഞ്ചി വലിച്ചിട്ട് തലയോട്ടി പിളർന്നിട്ട് ആ പൊന്നുമോ മരിച്ചു പോയെങ്കിലേ ഈ മുസ്ലിമേ നമ്മളിവിടെ തമ്മി തല്ലിയല്ലേ? എവിടെ കൈകെട്ടണമെന്നുള്ള തർക്കം തീർന്നോ? എത്ര റക്അത്ത് നിസ്കരിക്കണമെന്നുള്ള തർക്കം തീർന്നോ? എന്തൊക്കെയോ കാര്യങ്ങളിൽ വഴക്കടിച്ചു കൊണ്ടിരിക്കുകയല്ലേ? എന്നാൽ ഇസ്ലാമിന്റെ സഹോദര്യ സന്ദേശം അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കാൻ കഴിയട്ടെ. അറാഖാൻ എന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തേക്ക് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധന ഫലമായി വിശുദ്ധമായ ദീനുൽ ഇസ്ലാം കടന്നു വന്ന അറാഖിന്റെ മണ്ണിലേക്ക് ബുദ്ധപരീക്ഷകൾ ട്രക്കുകൾ കൊണ്ടുവന്ന് നിർത്തുകയാ. ഒരു ട്രക്കിലേക്ക് ആണുങ്ങളെ കയറ്റുകയാ, എവിടെയോ കൊണ്ടുപോയി കൊന്നുകളയുകയാ. രണ്ടാമത്തെ ട്രക്കിൽ പെണ്ണുങ്ങൾ
രത്നങ്ങളെ കയറ്റുക, എന്നിട്ട് അവരുടെ കോട്ടകൊത്തളങ്ങളിൽ കൊണ്ടുപോയിട്ട് മതി വരുവോളം മാറി മാറി അവരുടെ ശരീരം കൊത്തിവലിക്കുകയാ. എന്നിട്ട് ഇഞ്ചിഞ്ചായി കൊന്നുകളയുകയല്ലേ. പാവപ്പെട്ട മുസ്ലിം പെണ്ണിനെ പരിപൂർണ നഗ്നയാക്കി അവരുടെ മാരടം മുറിച്ചു മാറ്റി അതിൽ നിന്ന് രക്തം ഇങ്ങനെ ഇറ്റിറ്റിയായി വീണിട്ട് വേദന തിന്നിട്ട് ആ സഹോദരിമാർ അവരെ വലിച്ചു വീഴുകയല്ലേ. ഈ സഹോദരങ്ങളെ കേട്ടുകേൾവികളിലൂടെ പറഞ്ഞു കേട്ട കഥകളല്ലോ. എന്റെയും നിങ്ങളുടെയും കൈവെള്ളയിലിരുന്ന മൊബൈലിലൂടെ നമ്മൾ കണ്ടില്ലേ സഹോദരങ്ങളെ. പാവപ്പെട്ട മുസ്ലിമുകളെ വലിയ കിടങ്ങുകൾ കുഴിച്ച് അതിലേക്ക് കൊണ്ടുവന്നിട്ടിട്ട് പലയിടത്ത് മുന്നിൽ കണ്ടുകൊണ്ട് ഭയവിഹ്വലരായി വിശുദ്ധ കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊണ്ട് അപ്പാപികളായി കഴിയുന്ന പാവപ്പെട്ട മുസ്ലിമിനെ ഏതോ വലിയ പുണ്യകർമ്മം ചെയ്തു എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി ഒരു വലിയ നേർച്ച നിറവേറിയെന്ന സ്വപ്നത്തോടുകൂടി കണ്ണിൽ ചോരയില്ലാത്ത ഇരുകാലി മൃഗങ്ങൾ ചുറ്റും കൂടിയിട്ട് അവരുടെ അടുക്കലേക്ക് വലിയ ബുൾഡോസർ കൊണ്ടുവന്നിട്ട് മണ്ണ് മൂടിയിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നുകളയുന്നത് കണ്ടില്ലേ. ഒന്നോ രണ്ടോ വയസ്സ് മാത്രമുള്ള ഒന്നോടാൻ പോലും കഴിവില്ലാത്ത പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ആയുധങ്ങൾ കുത്തി കുത്തി വേദനിപ്പിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടില്ലേ. വലിയ ടയറിൽ പെട്രോൾ കത്തിച്ചിട്ട് അതൊരു പാവം മനുഷ്യന്റെ ശരീരത്തിലേക്ക് ജീവന്റെ അവസാന നിമിഷം പോകുന്നത് വരെയും ടയറിനോടൊപ്പം തന്റെ തൊലിയും ആന്തരികാവയവങ്ങളും മുരുകയിട്ട് സഹായത്തിന് വേണ്ടി കീഴപേക്ഷിച്ച് മരിച്ച ഒരു പാവം സഹോദരനെ നമ്മൾ കണ്ടില്ലേ. ഈ സഹോദരങ്ങൾക്ക് വേണ്ടി ഈ സഹോദരിമാർക്ക് വേണ്ടി ഒന്ന് ഐക്യപ്പെടാനെങ്കിലും ഉമ്മത്തിന് കഴിയട്ടെ. നിരപരാധികൾക്ക് വേണ്ടി ഐക്യപ്പെടാൻ, ഇസ്ലാമിക ശരീഅത്തിന് വേണ്ടി ഐക്യപ്പെടാൻ, ഇസ്ലാമിലേക്ക് കടന്നു വന്നവർക്ക് വേണ്ടി ഐക്യപ്പെടാൻ, തടവറകളിൽ കിടക്കുന്നവർക്ക് വേണ്ടി ഐക്യപ്പെടാൻ ഇനിയും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നിസാര വിഷയത്തിന്റെ പേരിൽ തമ്മിലടിക്കാനും തെറി വിളിക്കുവാനുമാണ് ഈ സമൂഹം തയ്യാറാകുന്നതെങ്കിൽ നമ്മുടെ പാപങ്ങളല്ല പൊറുക്കുന്നതല്ല. അള്ളാന്റെ മുമ്പിൽ നമുക്ക് സ്വീകാര്യതയില്ല. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സാഹോദര്യമില്ലാത്തവർ, വഴക്കും വൈരാഗ്യവും വാശിയുമായി കഴിഞ്ഞുകൂടുന്നവർ, നന്മകൾ സ്വീകരിക്കപ്പെടാതെ പുണ്യങ്ങൾ പാഴാക്കപ്പെട്ടവരായി പടച്ചതമ്പുരാന്റെ നാരകീയ ശിക്ഷ അവരനുഭവിക്കേണ്ടി വരുമെന്ന് ഹദീസിലൂടെയും ഖുർആനിലൂടെയും മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ ഈ അഞ്ച് വിശുദ്ധികൾ കർമ്മരംഗത്തെ വിശുദ്ധി, വിശ്വാസരംഗത്തെ വിശുദ്ധി, സാമ്പത്തിക രംഗത്തെ വിശുദ്ധി, കുടുംബരംഗത്തെ വിശുദ്ധി, സാമൂഹിക രംഗത്തെ വിശുദ്ധി, ഈ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ. പരസ്പര ബന്ധം മുസ്ലിമുകൾക്കിടയിലുള്ള മാത്രം ബന്ധമല്ല. ഞാൻ പറഞ്ഞുവല്ലോ, ഇന്ന് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ. അതുകൊണ്ട് അതിന് വളം വെച്ചു കൊടുക്കാതെ നമ്മുടെ അയൽക്കാരായ, നമ്മുടെ തൊഴിലാളികളായ, നമ്മുടെ മുതലാളിമാരായ, നമ്മുടെ വിദ്യാർത്ഥികളായ, നമ്മുടെ അധ്യാപകരായ, നമ്മുടെ കൂട്ടുകാരായ, നമ്മുടെ സഹപ്രവർത്തകരായ ഹൈന്ദവ സഹോദരങ്ങളോടും നല്ല ബന്ധം പുലർത്തി സാമൂഹിക രംഗത്തും വിശുദ്ധി കൈവരിച്ച് ഒരു ജീവിതം കാഴ്ചവെക്കാൻ, അതിലൂടെ പുണ്യങ്ങൾ സ്വീകരിക്കപ്പെട്ട് പടച്ചതമ്പുരാൻ കനിഞ്ഞരുളുന്ന സമ്മാനമായ സ്വർഗം നേടിയെടുക്കാൻ അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മുടെ അവസാന ദിവസം വായിച്ചാൽ മതി. നമ്മുടെ അവസാന ദിവസപാട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തുകൊണ്ട് നമുക്ക് പിരിയാം. എന്തായാലും ഈ കോരിച്ചൊരിയുന്ന മഴയിലും ഏറ്റവും ആദ്യം ഇവിടെ എത്തിയത് ഞാനാ. ഒരാളെന്തോ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ എത്തിയത് ഞാനാ. അൽഹംദുലില്ലാഹ്. എങ്കിലും ഇത്രയും ആള് വരുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സഹോദരിമാരും ഒക്കെ ഒരുപാട് പേരിപ്പുണ്ടല്ലേ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. 3ാമത്തെ വർഷമാണ് തുടർച്ചയായി അറഫയുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട അൽഹംദുലില്ലാഹ് വിനീതന് വരാൻ സാധിച്ചത്. ഇനിയും നന്മയുടെ പേരിൽ ഒന്നുചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളുടെയൊക്കെ ദുആകളിൽ, എല്ലാ ദുആകളിലും ഈ വിനീതന് വേണ്ടി എൻ്റെ കുടുംബക്കാർ, മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മശായിഖന്മാർക്ക് വേണ്ടിയിട്ടും എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയും എൻ്റെ പ്രിയ ഭാര്യയ്ക്കും മകനും വേണ്ടിയിട്ടും ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എവിടെ ഏത് നാട്ടിലായാലും യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പറയാൻ, സംഘടനാ പക്ഷപാതിത്വമില്ലാതെ സത്യത്തിന്റെ പക്ഷം ചേരാൻ എല്ലായിടങ്ങളിലും
പടച്ചവന്റെ കാവലും സഹായവും സംരക്ഷണവും ഉണ്ടാകാൻ, ആഫിയത്ത് ലഭിക്കുവാൻ ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാനുള്ള ലിസ്റ്റ് വായിച്ചതിന് ശേഷം നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു തആല ഇവിടെ വായിക്കപ്പെട്ട സംഭാവനകൾ സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഇത്രയും എളുപ്പത്തിൽ നടത്തി കൊടുക്കുമാറാകട്ടെ. എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നിസ്കാരത്തിൽ നാം ചൊല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് അറിയുന്നത് പോലെ 3 തവണ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. അല്ലാഹുവേ പടച്ചവനെ കാരുണ്യവാനായ നാഥ, ഞങ്ങൾ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ അല്ലാഹ്. തൗഹീദിന്റെ സംസ്ഥാപകരാക്കണേ അല്ലാഹ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരാക്കണേ അല്ലാഹ്. മുഖ്ലിസീങ്ങളായ ദായികളും ധീരരായ പോരാളികളുമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ പാപങ്ങളെ പുറത്തു നൽകണേ അല്ലാഹ്. ജീവിത വിശുദ്ധി നൽകണേ അല്ലാഹ്. എപ്പ മരിച്ചാലും എവിടെ വെച്ച് മരിച്ചാലും അല്ലാഹുവേ ഞങ്ങൾ എപ്പ മരിച്ചാലും എവിടെ വെച്ച് മരിച്ചാലും സ്വർഗം കൊണ്ട് സന്തോഷത്തോടുകൂടി പടച്ചവനെ വിശുദ്ധ കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് ഷഹീദായി മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഷഹീദായി മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മരണത്തിന്റെ നിമിഷം ഞങ്ങൾക്ക് ഏറ്റവും സുന്ദരവും സന്തോഷകരവുമായ നിമിഷമാക്കി മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയി മണ്ണറകളിൽ കഴിയുന്നവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മശായിഖന്മാർ, കൂട്ടുകുടുംബ ബന്ധുമിത്രാദികൾ, പടച്ചവനെ ഞങ്ങളുടെ സ്നേഹിതർ, ഞങ്ങളെ സ്നേഹിച്ചവർ, പടച്ചവനെ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെയും അവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ മഹ്ശറിൽ അർശിന്റെ തണൽ നൽകണേ അല്ലാഹ്. നന്മകൾക്ക് ഭാരം കൂട്ടണേ അല്ലാഹ്. സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടത്തണേ അല്ലാഹ്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. ഹൗലുൽ കൗസർ നൽകണേ അല്ലാഹ്. സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. നരകമോചനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ പരിപാടി നടത്തിയ അല്ലാഹുവേ ഇതിന്റെ ഭാരവാഹികൾ, ഇതിനു വേണ്ടി ഓടി നടന്ന ചെറുപ്പക്കാർ, സംഘാടകർ, പടച്ചവനെ ഇതിന് നേതൃത്വം കൊടുത്ത ബഹുമാന്യ ഉസ്താദന്മാർ, അല്ലാഹുവേ പടച്ചവനെ സ്ഥലം നൽകി സഹായിച്ചവർ, ശബ്ദവും വെളിച്ചവും നൽകി സഹായിച്ചവർ, അല്ലാഹുവേ ലൈവായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിച്ച സഹോദരങ്ങൾ, പടച്ചവനെ നല്ല മടിയിലും ഇരുന്ന് പ്രസംഗം കേൾക്കാൻ വേണ്ടി പന്തലും കസേരയും ഒക്കെ നൽകി സഹായിച്ച സഹോദരങ്ങൾ, ഇവിടെ വന്ന് ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുത്തവർ, അല്ലാഹുവേ സംഭാവന നൽകിയവർ, പരസ്യം നൽകിയവർ, അല്ലാഹുവേ നല്ല നിലയിൽ സഹകരിച്ചവർ, ഈ സദസ്സിൽ സമ്മേളിച്ചവർ, എല്ലാവരെയും കാക്കണേ അല്ലാഹ്.
രാപ്പകലുകളില്ലാതെ ഇതിനു വേണ്ടി ഓടി നടന്ന സഹോദരൻ നന്ദു എന്ന സഹോദരൻ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഹിദായത്ത് നൽകണേ അല്ലാ, ഹിദായത്ത് നൽകണേ അല്ലാ, ഹിദായത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും രോഗങ്ങൾ, ഞങ്ങൾ ബന്ധപ്പെട്ടവരുടെ രോഗങ്ങൾ, എല്ലാവരുടെയും രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. ശരീരം കീറിമുറിക്കുന്ന വേദനാജനകമായ രോഗങ്ങളിൽ നിന്ന്, മരണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് അല്ലാഹുവേ തമ്പുരാനെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കച്ചവടങ്ങളിൽ, ഉദ്യോഗങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പലിശ, ലോട്ടറി, കരിഞ്ചന്ത, പൂഴ്ത്തിവെക്ക്, കൈപ്പൂലി, അഴിമതി, എല്ലാവിധ ഹറാമുകളിൽ നിന്ന് കാക്കണേ അല്ലാ. ലക്ഷക്കണക്കിന് രൂപ കടബാധ്യതയുള്ളവരുണ്ടല്ലോ അല്ലാഹുവേ അത് എളുപ്പത്തിൽ പൂർത്തിയാക്കി തരണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ കരുണയുള്ള തമ്പുരാനേ, സ്വദേശത്തും വിദേശത്തും കുടുംബത്തിനായി കഷ്ടപ്പെടുന്നവർക്ക് ഖൈർ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ തമ്പുരാനെ, ഞങ്ങളിൽ ഒരുപാട് പേര് ഹജ്ജും ഉംറയും ചെയ്യാൻ കൊതിക്കുന്നു അല്ലാഹുവേ. അല്ലാഹുവേ ഞങ്ങളെ ഹജ്ജ് ചെയ്യാതെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഉംറ ചെയ്യാൻ, നിന്റെ കഅബാലയത്തിലേക്ക് വരാൻ, ഹബീബായ മുത്ത് റസൂലിന്റെ റൗള സിയാറത്ത് ചെയ്യാൻ കൊതിക്കുന്നു അല്ലാ. അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നടത്തുന്നു അല്ലാ. എളുപ്പമാക്കണേ അല്ലാ, എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. പടച്ചവനെ ഖൈറിലും ബറക്കത്തിലുമാക്കണേ അല്ലാ. അല്ലാഹുവേ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹവും സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. കുടുംബജീവിതത്തിൽ എല്ലാവിധ ഖൈറുകളും നൽകണേ അല്ലാ. അല്ലാഹുവേ ഒരിക്കലും നീ ഞങ്ങളെ ദില്ലത്തിലാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ദില്ലത്തിലാക്കല്ലേ അല്ലാ. മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങളുടെ അന്തസ് പോയി മുഖം കറുത്തവരായി അല്ലാഹുവേ നാണം കിടന്ന അവസ്ഥയിൽ നിന്ന് നീ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഹാഫിളീങ്ങളും ആലിമീങ്ങളും ദീനിന്റെ ദായികളും ധീരരായ പോരാളികളുമാക്കണേ അല്ലാ. വഴികേടുകളിൽ നിന്ന് കാക്കണേ അല്ലാ. ഒളിച്ചോട്ടത്തിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, അവിഹിത പ്രേമഗന്ധങ്ങളിൽ നിന്ന്, മോശ സ്വഭാവത്തിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ തമ്പുരാനെ കാരുണ്യവാനായ പടച്ചവനെ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. കൺകുളിർമയേകുന്ന സന്താനങ്ങളെ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ മക്കളുടെ രോഗങ്ങൾ കൊണ്ട്, അവരുടെ ശേഷിക്കുറവുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മാതാപിതാക്കളുണ്ട്. അല്ലാഹുവേ സഹായിക്കണേ അല്ലാ. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. മക്കള് സംസാരിച്ച് കേൾക്കാൻ കൊതിക്കുന്നവരുണ്ട്, രോഗം മാറി കാണാൻ കൊതിക്കുന്നവരുണ്ട്. അല്ലാഹുവേ നീ എല്ലാ നിലയിലും സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ പ്രിയപ്പെട്ട ഉസ്താദ് സൈഫുദ്ദീൻ ദാരിമിയുടെ മകൾ, ആ പെണ്ണു സഹോദരിയുടെ പ്രസവം എളുപ്പമാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ മകന്റെ പഠനം പടച്ചവനെ എത്രയും എളുപ്പത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പലരും പല ആവശ്യങ്ങളും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാം അറിയുന്നവൻ നീയാണ്, എല്ലാം നിയന്ത്രിക്കുന്നവൻ നീയാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നൽകി സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ലോക മുസ്ലിം സമുദായത്തിന് അന്തസ് നൽകണേ അല്ലാ, ശക്തി നൽകണേ അല്ലാ. പടച്ചവനെ റോഹിംഗ്യ ഞങ്ങളുടെ മുസ്ലിമുകൾ, മ്യാൻമറിലെ അറാഖാനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരി സഹോദരന്മാർ തിരുവോരങ്ങളിൽ കൂട്ടക്കശാപ്പ് ചെയ്യപ്പെടുന്നു അല്ലാ. പടച്ചവനെ അവർക്ക് മോചനം കൊടുക്കണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. അവിടെ മരണപ്പെട്ടവർക്ക് രക്തസാക്ഷിത്വത്തിന്റെ പ്രതിഫലം നൽകണേ അല്ലാ.
പല നാടുകളിലേക്ക് അഭയാർത്ഥികളായി പലായനം ചെയ്ത് ഓടിയെത്തി. അവിടെയും സമാധാനമില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിലുണ്ട് പടച്ചവനെ ആട്ടി ഓടിക്കാനുള്ള ശ്രമം നടത്തുകയാ. അല്ലാഹുവേ, ഒരിക്കലും അപകടത്തിലേക്ക് അവരെ തള്ളിവിടുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അവരോടൊപ്പം നിൽക്കാൻ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, പോരാടാൻ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാ. അല്ലാഹുവേ, ജയിലറകളിൽ കിടക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് മോചനം നൽകണേ അല്ലാ. മഅദനി ഉസ്താദിന് മോചനം നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ആഫിയത്തും ഇസ്സത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ നാറാത്ത് നിന്ന്, മൂവാറ്റുപുഴയിൽ നിന്ന്, മലപ്പുറത്ത് നിന്ന്, ഈരാറ്റുപേട്ടയിൽ നിന്ന്, പാനായിക്കുളത്ത് നിന്ന്, അല്ലാഹുവേ, ഞങ്ങളുടെ ഷാഹിന എന്ന പ്രിയപ്പെട്ട സഹോദരി ഉൾപ്പെടെ അല്ലാഹുവേ മോചനം നൽകണേ അല്ലാ. അല്ലാഹുവേ, മോചനം നൽകണേ അല്ലാ. ഹാദിയയ്ക്ക് നീ മോചനം നൽകണേ അല്ലാ. ആയിഷയ്ക്ക് നീ മോചനം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഏതൊക്കെ ബുദ്ധിമുട്ടുകൾ, എവിടെയൊക്കെ ഏതൊക്കെ തടങ്കലുകളിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. സമാധാനം നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ഞങ്ങളെയെല്ലാം ഇസ്ലാമിന്റെ നിഷ്കളങ്കരായ പ്രവർത്തകരാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, പ്രഭാഷണങ്ങളിൽ അല്ലാഹുവേ, ഒരിക്കലും നിന്റെ പൊരുത്തമല്ലാതെ മറ്റൊന്നും ഉണ്ടാകല്ലേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പൊരുത്തം തരണേ അല്ലാ. നീ ഞങ്ങൾക്ക് പൊരുത്തം തരണേ അല്ലാ. നിന്റെ ദീനിന്റെ നിർഭയത്വമുള്ള പ്രവർത്തകരും പോരാളികളുമായി നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ശത്രുക്കളുടെ കൈകളിൽ നീ ഞങ്ങളെ ഇട്ടുകൊടുക്കല്ലേ അല്ലാ. അവരുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. അവരുടെ ശക്തി നീ ക്ഷയിപ്പിക്കണേ അല്ലാ. അവരുടെ കോട്ടകൊത്തളങ്ങളും നശിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിൽ അന്തസ്സോടുകൂടി, നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, മുസ്ലിം സമൂഹത്തിന് നല്ലവരായ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾക്കും ഇടയിൽ ഐക്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കിടയിൽ വർഗീയത എറിയാൻ ശ്രമിക്കുന്നവരുണ്ടല്ലാ, അവരിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ നാടുകളിൽ, ഞങ്ങളുടെ രാജ്യങ്ങളിൽ കലാപങ്ങൾ ഉണ്ടാകല്ലേ അല്ലാ. വർഗീയതയുണ്ടാകല്ലേ അല്ലാ. അക്രമങ്ങൾ ഉണ്ടാകല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, വീട്ടിൽ പാചകം ചെയ്ത ഭക്ഷണം അയൽ വീട്ടിലേക്ക് കൊണ്ടുകൊടുത്ത് ഒരു നല്ല കാലം ഞങ്ങളിൽ ഉണ്ടായിരുന്നു അല്ലാ. ഇന്ന് ഭക്ഷണത്തിന്റെ പേരിൽ പോലും വർഗീയതയാണല്ലാ. ആദർശത്തിന്റെ പേരിൽ വർഗീയതയാണല്ലോ. അല്ലാഹുവേ, ഈ രാജ്യത്തിന് വേണ്ടി മതം മാറ്റിവെച്ച്, രാഷ്ട്രീയം മാറ്റിവെച്ച് ഒന്നിച്ചു പോരാടിയാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതെങ്കിൽ ഇന്ന് തമ്മിലടിപ്പിക്കുന്ന അവസ്ഥ എത്തുന്നു അല്ലാ. നീ അതിൽ നിന്ന് മാറ്റം തരണേ അല്ലാ. മുസ്ലിം പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഐക്യം നൽകണേ അല്ലാ. സഹോദര്യം നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആക്കളെ സ്വീകരിക്കണേ പടച്ചവനെ. റബ്ബനാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തജഅൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിബീൻ ونجنا برحمتك من القوم الكافرين. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. يا مغيث أغثنا. يا مغيث أغثنا. يا مغيث أغثنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحان الله وبحمده. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله تعالى وبركاته.